പ്രിൻസിപ്പൽമാരും അല്ലെങ്കിൽ യുഡൈസ് ഡാറ്റ ചെയ്യുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള അധ്യാപകര്, എൻ്റെ സഹപ്രവർത്തകര്, നമ്മളുടെ യുഡൈസ് ഡാറ്റ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിർദ്ദേശം നമ്മളുടെ ഇതിനു മുമ്പ് നടന്ന EO കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളുടെ പ്രിൻസിപ്പൽമാര് അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഡാറ്റ വളരെ പ്രധാനപ്പെട്ട ഒരു ഡാറ്റയാണ് യുഡൈസ് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യുന്നത്, അത് സംസ്ഥാന തലത്തിലായാലും കേന്ദ്ര ഗവൺമെന്റിന്റെ തലത്തിലായാലും അതിന്റെ ഒരു അനാലിസിസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ഡാറ്റയാണ് യുഡൈസ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായ രീതിയിൽ തെറ്റുകൂടാതെ സമയബന്ധിതമായി ചെയ്തു തീർക്കേണ്ടതുണ്ട്. വളരെ ഗൗരവത്തോടു കൂടിയിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തി ആയതുകൊണ്ടാണ് എല്ലാ പ്രധാനാധ്യാപകരെയും വെച്ചുകൊണ്ട് അതിൽ ഓരോ ഫീൽഡും എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, തെറ്റുകൂടാതെ എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ക്ലാസ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ LP UP തലത്തിലുള്ള എല്ലാ സ്കൂളുകളിലെ അധ്യാപകർക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഇന്ന് രാവിലെയും ഇന്നലെയൊക്കെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞു. ഇന്നിപ്പോ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി അധ്യാപകർക്കുള്ള ക്ലാസ്സാണ് നടക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇതൊരു എടുക്കേണ്ട ഒരു ജോലിയായിരുന്നു. നമ്മളുടെ ഈ ഇപ്പോ നിലനിൽക്കുന്ന കോവിഡിന്റെ പ്രതികൂല സാഹചര്യം ഉള്ളത് കൊണ്ടാണ് അത് നീണ്ടുപോയത്. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BRC തലത്തിൽ നമ്മൾ DCF എല്ലാ മാത്രമാണ് അതിൽ എൻ്റർ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ അതിന്റെ എൻറോൾമെന്റ് കാര്യങ്ങളൊക്കെയാണ് അതിൽ എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതിനെ കുറിച്ചിട്ട് കൃത്യമായി ക്ലാസ് എടുക്കുന്ന ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ജാസ്മിനൊക്കെ പറഞ്ഞു തരും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് സമയബന്ധിതമായിട്ട് നമുക്കത് പഞ്ചായത്ത് ഏതൊക്കെ ദിവസം ഏത് സമയത്ത് വരണം എന്നുള്ളതൊക്കെ ഈ ക്ലാസ്സിന് ശേഷം പറയുന്നതായിരിക്കും. അപ്പൊ അത് അതിന്റെ അതേ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് കൃത്യമായിട്ടും സമയബന്ധിതമായിട്ടും ചെയ്തു തീർക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോ ഈ ക്ലാസ്സിലേക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ള എല്ലാ പ്രധാന അധ്യാപകരെയും പ്രിൻസിപ്പൽമാരെയും ചുമതലപ്പെടുത്തിയ അധ്യാപകരെയും സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ BRC സ്റ്റാഫിനെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ക്ലാസ്സിന് നേതൃത്വം നൽകി തളിക്കുളം BRCയിലെ ട്രെയിനർ ആയിട്ടുള്ള ബിജി ടീച്ചറെ ക്ഷണിക്കുകയാണ്. കേൾക്കുന്നില്ല അല്ലെ? ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട BPC മോഹൻരാജ് മാസ്റ്റർ, ആദരണീയരായ ഹെഡ് മാസ്റ്റർമാർ, പ്രിൻസിപ്പൽമാർ, മറ്റ് ചുമതലപ്പെടുത്തിയ അധ്യാപകർ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. യുഡൈസ് പ്ലസ് DCF എല്ലാ പ്രധാന അധ്യാപകർക്കും പ്രിൻസിപ്പൽമാർക്കും സുപരിചിതമായ ഒരു ടേമാണ്. എല്ലാ വർഷവും വളരെ കൃത്യതയോടുകൂടി ഓരോ വിദ്യാലയങ്ങളിൽ നിന്നും ചുമതലയുള്ളവർ പൂരിപ്പിച്ച് നൽകാറുണ്ട്. നമ്മൾ പുതുതായി കുറച്ച് HMsമാരൊക്കെ നമുക്കിപ്പോ ചാർജ് എടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഇതിനെക്കുറിച്ച് ഒന്നും കൂടി ഒന്ന് പറയാണ്. യുഡൈസ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് ആണ്. DCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ടുള്ള ഡാറ്റ ക്യാപ്ചർ ഫോർമാറ്റ് ആണ്. ഇപ്പോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പത്രത്തില് നീതി ആയോഗിന്റെ ഒരു പെർഫോമൻസ് ഇൻഡെക്സ് പ്രസിദ്ധീകരിച്ചിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും.
കേരളം 1-ാം സ്ഥാനത്ത് തന്നെ. അപ്പൊ ഈ കേരളം 1-ാം സ്ഥാനത്ത് എത്താൻ സഹായിച്ചത് നമ്മുടെ ഈ യുഡൈസിലെ ഡാറ്റ അതിലൊരു വലിയ ഘടകം ആയിരുന്നു. അപ്പൊ നമ്മുടെ യുഡൈസ് ഡാറ്റയ്ക്ക് അത്രയധികം പ്രാധാന്യമുണ്ട്. പിന്നെ വിദ്യാലയങ്ങൾക്ക് ലഭിക്കുന്ന ഗ്രാന്റുകള്, മൈനോറിറ്റി സ്കോളർഷിപ്പുകള്, കുട്ടികൾക്ക് ലഭിക്കുന്ന യൂണിഫോം, അങ്ങനെ എല്ലാ ആനുകൂല്യങ്ങളും നമ്മുടെ ഈ ഡാറ്റയെ ആസ്ഥാനമാക്കിയാണ്. അതുപോലെ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും നമുക്ക് യുഡൈസിൽ നിന്ന് ലഭിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കൃത്യതയോടുകൂടി പൂരിപ്പിച്ചു തരേണ്ട ഡാറ്റയാണ് നമ്മുടെ DCF. ഇതിൽ നമുക്ക് 2 തരം ഡാറ്റകൾ കാണാൻ പറ്റും. അതായത് സ്റ്റാറ്റിക് ഡാറ്റയും ഡൈനമിക് ഡാറ്റയും. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറാത്ത ഡാറ്റകൾ, അതായത് യുഡൈസ് കോഡ്, പഞ്ചായത്ത്, വില്ലേജ്, നിയോജക മണ്ഡലം തുടങ്ങി കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ ഡൈനമിക് ഡാറ്റ എന്ന് പറഞ്ഞാൽ മാറുന്നത്, നമ്മുടെ കുട്ടികളുടെ എൻറോൾമെന്റ്, ടീച്ചർ ഡാറ്റ, CWSN സ്റ്റുഡൻസിന്റെ ഡാറ്റ, അങ്ങനെ തുടങ്ങി കുറെ ഡാറ്റകളുണ്ട്. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മുടെ ഈ യുഡൈസ് ഡാറ്റ ഫില്ല് ചെയ്യുമ്പോൾ അതിനൊരു റെഫറൻസ് ഡേറ്റ് ഉണ്ട്, 30 സെപ്റ്റംബർ 2020. അതൊന്ന് ശ്രദ്ധിക്കുക, 30 സെപ്റ്റംബർ 2020. അന്നത്തെ ദിവസത്തെ തൽസ്ഥിതിയാണ് നമ്മൾ ഈ DCF-ല് ഫില്ല് ചെയ്ത് തരേണ്ടത്. പിന്നെ മാഷ് പറഞ്ഞു നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് സംസ്ഥാനത്തിന് ക്രോഡീകരിച്ച് നൽകേണ്ടത് കൊണ്ട് നമ്മൾ DCF പൂരിപ്പിച്ച് തിരിച്ചു തരാൻ വേണ്ടി ഒരു ടൈം ടേബിൾ ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഈ ക്ലാസ്സിന് ശേഷം നമ്മളത് പറയുന്നതാണ്. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ ട്രെയിനേഴ്സും CRC, MIS കോർഡിനേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എല്ലാവരും നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർക്കാൻ വേണ്ടി ഒപ്പമുണ്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുക. ഇനി നമുക്ക് ഈ DCF ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ DCF അതില് 11 സെക്ഷൻസ് ഉണ്ട്. അതില് സെക്ഷൻ ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ സെക്ഷൻ സ്കൂൾ പ്രൊഫൈൽ. അതിൽ വരുന്നതാണ് ലൊക്കേഷൻ, സ്ട്രക്ചർ, മാനേജ്മെന്റ് ആൻഡ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. സെക്ഷൻ 2-ൽ വരുന്നത് ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ്സ്. മൂന്നാമത്തെ സെഷൻ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്. നാലാമത്തെ സെഷൻ ന്യൂ അഡ്മിഷൻ, എൻറോൾമെന്റ് ആൻഡ് റിപ്പീറ്റേഴ്സ്. അഞ്ചാമത്തത് ഇൻസെന്റീവ്സ് ആൻഡ് ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ടു ചിൽഡ്രൻ. ആറാമത്തത് ആനുവൽ എക്സാമിനേഷൻ റിസൾട്ട്. ഏഴാമത്തത് 7 വരുന്നത് ബോർഡ് എക്സാമിനേഷൻ റിസൾട്ട്. 8 റെസിപ്റ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ. 9 വൊക്കേഷണൽ എഡ്യൂക്കേഷൻ അണ്ടർ NSQF അറ്റ് ഇൻസ്ട്രക്ഷണൽ ലെവൽ. 10ാമത്തെ പോയിന്റ് PGI ആൻഡ് അതർ ഇൻഡിക്കേറ്റേഴ്സ്. 11 സ്കൂൾ സേഫ്റ്റി. അങ്ങനെ 11 സെക്ഷൻസിലായിട്ടാണ് നമ്മൾക്ക് പൂരിപ്പിച്ച് തരേണ്ട ഡാറ്റകൾ കിടക്കുന്നത്. ഇനി നമുക്കൊന്ന് ഡാറ്റകളൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് കാണുന്നത്, ഫസ്റ്റ് സെക്ഷനിലെ ഫസ്റ്റ് യുഡൈസ് കോഡാണ്. അതൊരു 11 അക്ക നമ്പറാണ്. എല്ലാ വിദ്യാലയങ്ങൾക്കും യുഡൈസ് കോഡ് ഉണ്ട്, അതില് മാറ്റമില്ല. ഇനി അടുത്തത് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ. അതിൽ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് ഉണ്ട്. നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളും നമ്മുടെ അവരുടെ വിദ്യാലയത്തിൽ നിന്ന് വാട്സപ്പ് വഴി സന്ദേശം അയക്കുകയും നമ്മൾ അതിന്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഒക്കെ കണ്ടെത്തുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഏതെങ്കിലും വിദ്യാലയങ്ങൾക്ക് അവിടെ 00 എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ വിദ്യാലയങ്ങൾ അത് BRC അറിയിക്കുക. നമ്മൾ അത് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കൃത്യമായി കണ്ടെത്തി എഴുതും. അല്ലാത്തവർക്ക് എല്ലാം ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി 1-1 സ്കൂൾ നെയിം, അത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ, അത് അവിടെ ഓൾറെഡി ഉള്ളതാണ്. അടുത്തത് സ്കൂൾ ലൊക്കേഷൻ. നമ്മൾ റൂറൽ, അർബൻ, നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളും
റൂറൽ ഏരിയയിലാണ്, അപ്പൊ റൂറൽ. അടുത്തത് വില്ലേജ് നെയിം. നമ്മൾ ഏത് വില്ലേജിലാണോ, ഞാനിപ്പോ ഒരു നാട്ടികയിലെ ഒരു സ്കൂളാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നാട്ടിക എന്ന് പറഞ്ഞു. നിങ്ങളുടെ സ്കൂൾ ഏത് വില്ലേജിലാണോ അവിടെ കൃത്യമായിട്ട് അത് അടിച്ചു വന്നിട്ടുണ്ടാവും. അത് മാറാത്ത ഡാറ്റയാണ്. ഇനി അടുത്തത് നെയിം ഓഫ് ദ ക്ലസ്റ്റർ റിസോഴ്സ് സെന്റർ, CRC ഏതാണെന്നുള്ളത് അതും അടിച്ചു വന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് പിൻകോഡ് അതും അടിച്ചിട്ടുണ്ടാവും. ഇനി നെയിം ഓഫ് ഗ്രാമപഞ്ചായത്ത് അതും അടിച്ചിട്ടുണ്ട്. നെയിം ഓഫ് ബ്ലോക്ക് തളിക്കുളം മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇനി അടുത്തതായിട്ട് വരുന്നത് ഹാബിറ്റേഷൻ നെയിം. നമ്മൾ ആ സ്കൂൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരുണ്ടാവുമല്ലോ, ഹാബിറ്റേഷൻ നെയിം, അതിന്റെ കൂടെ വാർഡും കൂടി രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതും നിങ്ങളുടെ DCF-ൽ ഉണ്ടാവും. ഇനി നെയിം ഓഫ് ദി എഡ്യൂക്കേഷണൽ ബ്ലോക്ക് വലപ്പാട് എന്നുണ്ടാവും. നെയിം ഓഫ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി, അത് ഏത്, ഇപ്പൊ നമ്മുടെ 5 പഞ്ചായത്തില് ഏങ്ങണ്ടിയൂര് ഗുരുവായൂരുന്നുണ്ടാവും, വാടാനപ്പള്ളി മണലൂരിന്നുണ്ടാവും, മറ്റു 3 നാട്ടിക അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ആണ്. ഇനി അടുത്തത് നെയിം ഓഫ് പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയും നെയിം ഓഫ് മുനിസിപ്പാലിറ്റിയും നമ്മളോട് അടിക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അടയാളപ്പെടുത്തത്. അഡ്രസ്, നമ്മള് സ്കൂളിന്റെ അഡ്രസ് എഴുതുമ്പോ സ്കൂളിന്റെ പേരും അതുപോലെ പോസ്റ്റ് ഓഫീസും പിൻകോഡും കൂടി എഴുതാൻ ശ്രമിക്കുക. സ്കൂളിന്റെ പേര്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, അത്രയും ആ അഡ്രസ്സിന്റെ കോളത്തിൽ എഴുതുക. ഇനി അടുത്തത് കോണ്ടാക്ട് ഡീറ്റെയിൽസ്. അവിടെ ഹെഡ് ഓഫ് സ്കൂൾ, അതായത് ഹെഡ് ഓഫ് സ്കൂളിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആണ്. STD കോഡ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. ലാൻഡ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, അത് പുതിയതായിട്ട് ചാർജ് എടുത്തവരുണ്ടെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അടുത്തത് റെസ്പോണ്ടന്റ് നെയിം. നമ്മുടെ പല സ്കൂളുകാരും റെസ്പോണ്ടന്റിന്റെ നെയിം എന്ന് പറയുമ്പോൾ HM-ന്റെ നെയിമാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ തീർത്തു കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ടീച്ചറുടെ, ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകന്റെ പേരാണ് അവിടെ വേണ്ടത്. നമുക്കറിയാം ഈ ഡാറ്റ വെച്ചിട്ടാണ് നമ്മുടെ കേരളത്തിലെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. നമ്മുടെ വേൾഡ് ഹെൽത്ത് WHO വരെ ഇതിൽ നിന്ന് ഡാറ്റ എടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ തീർത്തു കൊടുക്കാൻ പറ്റുന്ന ഒരാളുടെ പേരാണ് അവിടെ എഴുതേണ്ടത്. അതുപോലെ റെസ്പോണ്ടന്റിന്റെ കോണ്ടാക്ട് നമ്പർ, ലാൻഡ് ലൈൻ, മൊബൈൽ നമ്പർ. ഇനി ഇമെയിൽ ഓഫ് ദ സ്കൂൾ. അടുത്തത് നമ്മുടെ പല വിദ്യാലയങ്ങളിലും ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഇമെയില് അവിടെ അടയാളപ്പെടുത്തുക, എഴുതുക. ഇനി അടുത്തത് വെബ്സൈറ്റ് ഓഫ് ദ സ്കൂൾ ഉണ്ടെങ്കിൽ അവിടെ രേഖപ്പെടുത്തുക. സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? അടുത്തത് സ്കൂൾ കാറ്റഗറിയാണ്. നമ്മുടെ പല വിദ്യാലയങ്ങൾക്കും പല കോഡാണ് ഇവിടെ വരിക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 3 തരത്തിലുള്ള വിദ്യാലയങ്ങൾ നമ്മുടെ ഈ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വരുന്നുണ്ട്. ശ്രദ്ധിക്കുക. നമ്മുടെ പ്രൈമറി വിത്ത് അപ്പർ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി, അങ്ങനെയുള്ള നമുക്ക് 2 വിദ്യാലയങ്ങളുണ്ട്. LP മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള 2 വിദ്യാലയങ്ങളുണ്ട്. അവർക്ക് കോഡ് നമ്പർ 3 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇനി അടുത്തത് അപ്പർ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി, അങ്ങനെയുള്ള 6 വിദ്യാലയങ്ങൾ നമുക്കുണ്ട്. അവർക്ക് 5 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇനി അടുത്തതായിട്ട് സെക്കൻഡറി വിത്ത്
ഹയർ സെക്കൻഡറി അങ്ങനത്തെ ഒരു വിദ്യാലയം ഉണ്ട്, അവിടെ 10 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഏതൊക്കെ വിദ്യാലയാന്ന് നമുക്കറിയാലോ. പറയേണ്ട കാര്യമുണ്ടോ? പറയണോ അത്? ഹലോ, എന്റെ ടീച്ചർ അതൊക്കെ പ്രീ ഫിൽഡ് ആയിരിക്കുമല്ലോ, അതൊന്ന് ചെക്ക് ചെയ്ത് എന്നാലും പറഞ്ഞു പുതിയതായി പറഞ്ഞു. ടീച്ചർ നമ്മളെ VHS ടീച്ചർ കയറണമെന്ന് വെച്ചോക്കെ കേറിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. മാഷിപ്പോ വിളിച്ചിരുന്നേ, കയറാൻ പറ്റണില്ല പറഞ്ഞിട്ട്. അയ്യോ, അതെനിക്കറിയില്ല കേട്ടാ. അതൊന്ന് ഉണ്ടോ വെച്ചാൽ മതി. ഇതിലുണ്ടോന്ന് പേരറിയില്ല. നമ്മുടെ കമല നെഹ്റുവിലെ VHSE ഭാഗത്തിൽ നിന്നുള്ള ടീച്ചർ കയറിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്നും ഉണ്ട് എന്ന് പറയോ? ഇല്ലാന്ന് തോന്നുന്നു സലാഹു. കേറാൻ പറ്റുന്ന മാഷ് വിളിച്ചിരുന്നേ. വേറെ ആരോടെങ്കിലും കേറാൻ പറയും. ഇനി അടുത്തത് 1.16 മാറ്റി കൊടുത്തിണ്ടാവും ട്ടോ ചിലപ്പോ ലിങ്ക്. ഞങ്ങക്ക് ലിങ്ക് മാറിയിട്ട് തന്നത് ആദ്യം. സലാഹു ഒന്ന് ശ്രദ്ധിച്ചോളൂ ട്ടാ. ഇനി അടുത്തത് 1.16 ലോവസ്റ്റ് ആൻഡ് ഹയസ്റ്റ് ക്ലാസ് ഇൻ ദ സ്കൂൾ. നമ്മുടെ വിദ്യാലയത്തില് പ്രീ പ്രൈമറി ഉണ്ടെങ്കിൽ അവിടെ ലോവസ്റ്റ് ക്ലാസ് ഇൻ ദ സ്കൂൾ 0 ആണ്. ഇനി ഹയസ്റ്റ് ക്ലാസ് അവിടെ ഹയർ സെക്കൻഡറി വരെ ഉണ്ടെങ്കിൽ 12 ആണ്. ഇനി ലോവസ്റ്റ് ക്ലാസ് ചില സ്കൂളുകളിൽ ലോവസ്റ്റ് ക്ലാസ് 5 ആണ്, ഹയസ്റ്റ് ക്ലാസ് 12 ആണ്. അപ്പൊ അതനുസരിച്ചിട്ട് അവിടെ ഡാറ്റ ഉണ്ടാവും. 0 എന്ന് കിടക്കുന്നത് നമ്മുടെ പ്രീ പ്രൈമറി ഉള്ള സ്കൂളുകൾക്കാണ്. അടുത്തത് വെദർ പ്രീ പ്രൈമറി സെക്ഷൻ അതർ ദാൻ അംഗൻവാടി അറ്റാച്ച്ഡ് ടു സ്കൂൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക. ഇനി ടൈപ്പ് ഓഫ് സ്കൂൾ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാലയങ്ങള് ബോയ്സ്, ഗേൾസ്, കോ എഡ്യൂക്കേഷണൽ, നമ്മുടെ എല്ലാം കോ എഡ്യൂക്കേഷണൽ വിഭാഗത്തിലാണ് വരുന്നത്. ഇനി മാനേജ്മെന്റ് ഓഫ് ദ സ്കൂൾ, അവിടെ 2 ഗവൺമെന്റ് സ്കൂളുകൾക്ക് 1 ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് വന്നിട്ടുണ്ടാവും. അതുപോലെ ഗവൺമെന്റ് എയ്ഡഡ് എന്നുള്ളതിന് 4 വന്നിട്ടുണ്ടാവും. അടുത്തത് നമ്പർ ഓഫ് സെക്ഷൻസ് ബൈ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതില് അവിടെ നമ്പർ ഓഫ് സെക്ഷൻസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ഡിവിഷൻസ് ആണ്. ഇവിടെ നമ്മൾ കാണും പ്രീ പ്രൈമറി തൊട്ട് 12ാം ക്ലാസ് വരെ ഉണ്ടാവും. അതില് നമ്പർ ഓഫ് സെക്ഷൻ എന്ന് ഉദ്ദേശിച്ചത് നമ്പർ ഓഫ് ഡിവിഷൻ ആണ്. അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്തത് ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്കൂൾ. അതെന്തായാലും അതിൽ അടിച്ചിട്ടുണ്ടാവും, അത് മാറാൻ സാധ്യതയില്ല. ഇനി ഇയർ ഓഫ് റെക്കഗ്നീഷൻ ഓഫ് സ്കൂൾ, പ്രൈമറി, അപ്പർ പ്രൈമറി, അവിടെ പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇയർ ഓഫ് അപ്ഗ്രഡേഷൻ ഓഫ് സ്കൂൾ ഇഫ് അപ്ലിക്കബിൾ, അതായത് പ്രൈമറി ടു അപ്പർ പ്രൈമറി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ആ വർഷം അവിടെ രേഖപ്പെടുത്തുക. ഇനി അടുത്തത് 1.23 ഈസ് ദിസ് എ സ്പെഷ്യൽ സ്കൂൾ ഫോർ CWSN? നമ്മുടെ സ്കൂളുകളൊന്നും അങ്ങനെയല്ല, അപ്പൊ അതുകൊണ്ട് നോ എന്ന് അടയാളപ്പെടുത്താം. ഇനി ഈസ് ദിസ് എ ഷിഫ്റ്റ് സ്കൂൾ? അവിടെ നോ തന്നെയാവും എല്ലാവർക്കും വരുന്നത്. ഈസ് ദിസ് എ റെസിഡൻഷ്യൽ സ്കൂൾ? നമ്മുടെ സ്കൂളുകളൊന്നും അങ്ങനെയല്ല, അതായത് ആശ്രമം അങ്ങനെയുള്ള ഹോസ്റ്റൽ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ആശ്രമങ്ങളൊക്കെ ഉള്ള സ്കൂളുകളാണ്. നമ്മുടെ വിദ്യാലയങ്ങൾ ഒന്നും തന്നെ ആ വിഭാഗത്തിൽ പെടുന്നില്ല. അപ്പൊ 1.23, 2.4, 2.5 ഒക്കെ നോ ആണ്. ഇനി ഈ യെസ് ആണെങ്കിലാണ് അടുത്ത സംഭവം ചോദിക്കുന്നത്, അത് നമുക്ക് വേണ്ട. അടുത്തത് 1.26 ഈസ് ദിസ് എ മൈനോറിറ്റി മാനേജ്ഡ് സ്കൂൾ? അവിടെ നമ്മൾ മുസ്ലിം മൈനോറിറ്റിയും ക്രിസ്ത്യൻ മൈനോറിറ്റിയും ആണ് ചോദിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഇപ്രാവശ്യം ക്ലാസ് തന്നപ്പോ പറഞ്ഞിട്ടുണ്ട്
മൈനോറിറ്റി മാനേജ്മെന്റിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള സ്കൂളുകൾ മാത്രമാണ് അവിടെ യെസ് എന്ന് രേഖപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി യെസ് ആണെങ്കിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതും കൂടെ അവിടെ രേഖപ്പെടുത്തുക. ഇനി അടുത്തത്, ആർ മെജോറിറ്റി ഓഫ് പീപ്പിൾ ടോട്ട് ത്രൂ ദെയർ മദർ ടങ് അറ്റ് ദി പ്രൈമറി ലെവൽ. നമ്മുടെ പ്രൈമറി ലെവലില് കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് മലയാളമാണ്, മാതൃഭാഷയിലാണ് നമ്മുടെ പ്രൈമറി ലെവലില് കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒന്ന് യെസ് എന്നാണ് എല്ലാവരും രേഖപ്പെടുത്തേണ്ടത്. അടുത്തത്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ ദ സ്കൂൾ. അവിടെ മലയാളം ഉണ്ടാവും, ഇംഗ്ലീഷും ഉണ്ടാവും. അപ്പൊ അത് രണ്ടും രേഖപ്പെടുത്തുക. അടുത്തത്, ലാംഗ്വേജസ് ടോട്ട് ആസ് സബ്ജക്ട് മെൻഷൻഡ് അപ് ടു 3 ലാംഗ്വേജസ് ബിലോ. അതായത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന 3 ലാംഗ്വേജസ് അവിടെ രേഖപ്പെടുത്തുക. ഏതാണ് നിങ്ങളുടെ സ്കൂളിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്. ഇനി അടുത്തത്, ഓഫർ പ്രീ വൊക്കേഷണൽ കോഴ്സസ് പ്രൈമറി സ്റ്റേജ്. അത് വിദ്യാലയങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു, നോ എന്നാണ് കാണുന്നത്. അടുത്തത്, പ്രൊവൈഡ് എഡ്യൂക്കേഷണൽ ആൻഡ് വൊക്കേഷണൽ ഗൈഡൻസ് ഓർ കൗൺസിലിംഗ് ടു സ്കൂൾ. അവിടെ നിങ്ങളുടെ നോ. ഇനി അടുത്തത്, അഫിലിയേഷൻ ബോർഡ് ഓഫ് ദ സ്കൂൾ ഫോർ സെക്കൻഡറി സെഷൻ. അവിടെ നമ്മളോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ സ്റ്റേറ്റ് ബോർഡാണ്, സ്റ്റേറ്റ് ബോർഡ് അവിടെ ഉണ്ടാവും. ഇനി അടുത്തത് ചോദിക്കുന്നത് അഫിലിയേഷൻ നമ്പർ. കട്ട് ചെയ്ത് പോകുന്നു, സംസാരം കട്ട് ചെയ്ത് പോകുന്നു. എവിടെ തൊട്ടാ കട്ടായി പോയത്? ഹലോ, ക്ലിയർ ആണ്. അതെ, എന്റെ പ്രശ്നമായിരിക്കും. ഓക്കെ ശരി. അപ്പൊ ഇന്നും കൂടി ഇനി 1.30 does the school offer any pre-vocational course at upper primary stage എന്ന് പറഞ്ഞു. അത് നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ നോ ആണ് സാധ്യത. അടുത്തത്, does the school provide educational and vocational guidance counseling to students? യെസ് ഉള്ളവർ യെസ് എഴുതുക, നോ ഉള്ളവര് നോ എഴുതുക. അടുത്തത്, അഫിലിയേഷൻ ബോർഡ് ഓഫ് ദ സ്കൂൾ ഫോർ സെക്കൻഡറി സ്കൂൾ എന്നുണ്ട്. അവിടെ നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് ആണത്, അതിന്റെ അഫിലിയേഷൻ ചോദിക്കും. അടുത്തത്, അഫിലിയേഷൻ ബോർഡ് ഓഫ് ദ സ്കൂൾ ഹയർ സെക്കൻഡറി സെഷൻ. ഒരു സംശയം, ഇത് അഫിലിയേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ കോഡാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അഫിലിയേഷൻ നമ്പർ ഞങ്ങളുടെ ഇവിടെ 240-67 ഉണ്ട്. ഇവിടെ ഉണ്ട്. ഞാൻ 240-61 കണപ്പുഴ. ഇവിടെ 240-57 സ്കൂൾ കോഡ്. അതും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമെന്ന് അറിയാൻ വേണ്ടിട്ടാ. ഇത് സ്കൂൾ കോഡാണ്. ഇവിടെ നമ്മുടെ നാഷണൽ സ്കൂളുകാര് 240-50 എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഒരു സ്കൂൾ കോഡാണോ ഷൈനി ടീച്ചറെ? അതെ അതെ, സ്കൂൾ കോഡാണ്. നമ്മള് സെക്കൻഡറി സെക്ഷന് സ്കൂൾ കോഡും ഹയർ സെക്കൻഡറിക്കാണ് നമുക്ക് അഫിലിയേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അങ്ങനെയാണ് നമ്മളോട് കഴിഞ്ഞ കൊല്ലം വരെ ഇൻസ്ട്രക്ഷൻ തന്നത്. സെക്കൻഡറി സ്കൂളുകൾക്ക് അഫിലിയേഷൻ നമ്പറിന്റെ അവിടെ നമ്മുടെ സ്കൂൾ കോഡ് എഴുതാനും, ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങൾക്കാണ് അഫിലിയേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഹയർ സെക്കൻഡറി ബോർഡിൽ നിന്ന് കിട്ടുന്നത്, അത് അവിടെ എഴുതാനുമാണ് പറഞ്ഞിരുന്നത്. അതനുസരിച്ചിട്ട് അടിച്ചു വന്നിട്ടുള്ളത്. ഇത്തവണ മാറ്റൊന്നും വേറെ പറഞ്ഞിട്ടില്ല. അതൊക്കെ പ്രീഫിൽഡ് ആയിട്ട് എടുക്കുന്നുണ്ടായിരിക്കും. അതിലെന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ മാത്രം റൗണ്ട് ചെയ്തിട്ടില്ല മതി. ഒരു കാര്യം പറഞ്ഞു, എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ
ഇപ്പൊ ഇതിൽ പ്രീഫിൽഡ് ആയ കുറെ ഡാറ്റകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ റെഡിങ് കൊണ്ട് വട്ടം ഇട്ടതിന് ശേഷം ആ തിരുത്തല് അവിടെ കാണിക്കുക. റെഡിങ് കൊണ്ട് വട്ടം അതുപോലെ നമുക്കിപ്പോ അവിടെ കാണിക്കുക. ആ ടീച്ചറെ തളിക്കുള സ്കൂളാണേ. നമുക്ക് ഇതുപോലെ ക്ലാസ്സിന്റെ ഇടയിൽ വരുന്ന സംശയങ്ങള് ഒന്ന് റൗണ്ട് ചെയ്ത്. ഹലോ ടീച്ചറെ. പറഞ്ഞോ. ഹലോ ടീച്ചറെ, നമുക്ക് ഇപ്പോ വരുന്ന ആ സംശയങ്ങളൊന്ന് നമുക്ക് നോട്ട് ചെയ്ത് പോവാനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് ഒരു സെഷൻ ഉണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് സംശയങ്ങൾ ചോദിക്കാം കേട്ടോ. കണ്ടിന്യൂ ചെയ്തോളാം. അപ്പൊ ഇത് സംശയം തോന്നുന്നല്ലോ. സെക്കൻഡറി സെഷന് സ്കൂൾ കോഡും ഹയർ സെക്കൻഡറി സെഷനാണ് അഫിലിയേഷൻ നമ്പറും ഉള്ളത്. അടുത്തത് 1.34 ഡിസ്റ്റൻസ് ഓഫ് ദ സ്കൂൾ ഇൻ കിലോമീറ്റർ ഫ്രം ദ നിയറസ്റ്റ് ഗവൺമെന്റ് ഓർ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂൾ. അപ്പൊ അത് പ്രൈമറി സെഷൻ ഉണ്ട്, അപ്പർ പ്രൈമറി സെഷൻ ഉണ്ട്, ഹയർ സെക്കൻഡറി സെഷൻ ഉണ്ട്. അപ്പൊ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അവിടെ വോക്കബിൾ ഡിസ്റ്റൻസ് ആണ്. ഹലോ, വോക്കബിൾ ഡിസ്റ്റൻസ് ആണ്. ഒരു സ്കൂളിൽ നിന്ന് മറ്റേ സ്കൂളിലേക്കുള്ള വോക്കബിൾ ഡിസ്റ്റൻസ് ആണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. അടുത്തത് 1.35 വെദർ സ്കൂൾ ഈസ് അപ്രോച്ചബിൾ ബൈ ഓൾ വെദർ റോഡ്സ്. നമ്മുടെ വിദ്യാലയങ്ങൾക്കെല്ലാം അങ്ങനെ റോഡ്സ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ യെസ് എന്നാണ് വരുന്നത്. ഇനി 1.36 വെദർ അംഗൻവാടി സെന്റർ ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ സ്കൂൾ പ്രിമൈസ്. അത് ഉണ്ടെങ്കിൽ യെസ് എന്ന് എഴുതുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യെസ് എന്ന് എഴുതിയതിന് ശേഷം ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. ഗേള് ബോയ്സ് ഒക്കെ തിരിച്ച് ചോദിക്കുന്നുണ്ട്. അതുപോലെ അംഗനവാടി ടീച്ചർക്ക് ECC ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി അടുത്തത് 1.37 നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷണൽ ഡേയ്സ് പ്രീവിയസ് അക്കാഡമിക് ഇയറിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അതില് ആ ഡാറ്റ നിങ്ങളോട് ഫില്ല് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഇതില് നമ്മൾ മാർച്ചിൽ കുറച്ച് ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഡാറ്റ നമ്മൾ ജില്ലയിൽ നിന്ന് അവർ പറയാം, അതിനുശേഷം ഫില്ല് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ബ്ലാങ്ക് ആയി തന്നെ തന്നാൽ മതി. 1.37. അതുപോലെ 1.38 ആവറേജ് സ്കൂൾ അവേഴ്സ് ഫോർ ചിൽഡ്രൻ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്താൽ മതി, ബ്ലാങ്ക് ആയിട്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ജില്ലയിൽ നിന്ന് പറയും. ഇനി 1.39 ആവറേജ് വർക്കിംഗ് അവേഴ്സ് ഫോർ ടീച്ചർ പെർ ഡേ, അതും ബ്ലാങ്ക് ആയിട്ട് ഇട്ട് തന്നാൽ മതി. അത് ജില്ലയിൽ നിന്ന് പറഞ്ഞതിന് ശേഷം BRCയിൽ അത് പൂരിപ്പിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3 കോളം നിങ്ങൾ ബ്ലാങ്ക് ആയിട്ട് തന്നാൽ മതി. 1.37, 1.38, 1.39. ഇനി അടുത്തത് 1.40 ഈ CCC ബീയിങ് ഇംപ്ലിമെന്റഡ് ഇൻ സ്കൂൾ. നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളിലും കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രൈമറി സെക്ഷനിലും അപ്പർ പ്രൈമറി സെക്ഷനിലും ഒക്കെ യെസ് എന്ന് എഴുതാം. അതുപോലെ ഇഫ് യെസ് ആർ ക്യുമുലേറ്റീവ് റെക്കോർഡ്സ് ഫോർ പ്യൂപ്പിൾ ബീയിങ് മെയിൻറ്റെയിൻഡ്. അവിടെ നമ്മുടെ ഉണ്ട്, റെക്കോർഡ്സ് ഒക്കെ ഉണ്ട്. ഇനി ഇഫ് ക്യുമുലേറ്റീവ് റെക്കോർഡ്സ് ആർ ഓഫ് പ്യൂപ്പിൾ ബീയിങ് ഷെയർഡ് വിത്ത് പാരന്റ്സ്, നമ്മള് രക്ഷിതാക്കളെ കാണിച്ചു കൊടുക്കാറുണ്ട്. നമ്മള് പ്രോഗ്രസ് റിപ്പോർട്ടും ഒക്കെ കാര്യങ്ങളൊക്കെ എല്ലാം കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അതും യെസ് എന്ന് കൊടുക്കാം. ഇനി അടുത്തത് വെദർ 1.43 to 1.51 അത് 1.43 വെദർ എനി ഔട്ട് ഓഫ് സ്കൂൾ ചിൽഡ്രൻ എൻറോൾഡ് ഇൻ ദ സ്കൂൾ ആർ അറ്റൻഡിങ് സ്പെഷ്യൽ ട്രെയിനിങ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ജില്ലയിൽ ഔട്ട് ഓഫ് സ്കൂൾ ചിൽഡ്രൻ ഒന്നുമില്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ 1.43 എന്നുള്ള സംഭവം ആരും തന്നെ ഫില്ല് ചെയ്യണം. 1.44 നമ്പർ ഓഫ് സ്റ്റുഡൻസ് അറ്റൻഡിങ് റെമഡിയൽ ടീച്ചിങ് ഇൻ കറണ്ട് ഇയർ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ പഠന പോഷണ പരിപാടികളായ മലയാളത്തിളക്കം, ഗണിത വിജയം, സുരീലി ഹിന്ദി, അങ്ങനെ കുറെ നമ്മൾ ശ്രദ്ധ
ഗവൺമെന്റ് സ്കൂളുകൾക്ക് ശ്രദ്ധ ഉണ്ടാവും. അപ്പൊ അങ്ങനെ കുറെ റെമഡിയൽ ടീച്ചിങ് നമ്മൾ വിദ്യാലയങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ എത്ര കുട്ടികൾക്കാണ് ആ ഇതുകളൊക്കെ അറ്റൻഡ് ചെയ്ത്, ആ പഠന പോഷണ പരിപാടികൾ അറ്റൻഡ് ചെയ്ത് എന്നുള്ളതിന്റെ ആ നമ്പറാണ് അവിടെ വേണ്ടത്. ഇനി 1.45 വെൻ ഡസ് ദ അക്കാഡമിക് സെഷൻ സ്റ്റാർട്ട്? അവിടെ നമുക്ക് 6 ജൂൺ എന്ന്, അതായത് 6 എന്ന് പറയുന്നത് അവിടെ മാസമാണ് വരുന്നത് കേട്ടോ, 6 ജൂൺ. ഇനി വെദർ ഫുൾ സെറ്റ് ഓഫ് ടെക്സ്റ്റ് ബുക്ക് റിസീവ്ഡ് ഇൻ കറന്റ് അക്കാഡമിക് ഇയർ? യെസ് ആണ്. ഇഫ് യെസ്, വെൻ വേർ ദ ടെക്സ്റ്റ് ബുക്ക് റിസീവ്ഡ് ഇൻ ദ കറന്റ് അക്കാഡമിക് ഇയർ? നമുക്കറിയാം എല്ലാ കുട്ടികൾക്കും മെയ് മാസം അല്ലെങ്കിൽ ജൂൺ മാസത്തോടു കൂടി ടെക്സ്റ്റ് പുസ്തകം കിട്ടിയിട്ടുണ്ട്, അതവിടെ രേഖപ്പെടുത്തുക. വെദർ ദ സ്കൂൾ ഹാസ് റിസീവ്ഡ് ഗ്രേഡഡ് സപ്ലിമെന്ററി മെറ്റീരിയൽ ഇൻ പ്രീവിയസ് അക്കാഡമിക് ഇയർ? നമുക്കറിയാം ഹാൻഡ് ബുക്ക് കിട്ടിയിട്ടുണ്ട്, റീഡിംഗ് കാർഡ്സ് കിട്ടിയിട്ടുണ്ട്, വഴികാട്ടി, വർക്ക്ഷീറ്റ്, അങ്ങനെ കുറേ സപ്ലിമെന്ററി മെറ്റീരിയൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടെ യെസ് എന്ന് മാർക്ക് ചെയ്യാം. ഇനി അവൈലബിലിറ്റി ഓഫ് ടെക്സ്റ്റ് ബുക്ക്, ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ ആൻഡ് പ്ലേ മെറ്റീരിയൽസ് ഇൻ ദ കറന്റ് അക്കാഡമിക് ഇയർ? അപ്പൊ അവിടെ 2 കോളായിട്ട് ചോദിച്ചിട്ടുണ്ട്. വെദർ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ടെക്സ്റ്റ് ബുക്ക് റിസീവ്ഡ്, നമുക്ക് എല്ലാ ടെക്സ്റ്റ് ബുക്കും കിട്ടിയിട്ടുണ്ട്. വെദർ TLM അവൈലബിൾ ഫോർ ഈച്ച് ഗ്രേഡ്? നമ്മൾ കുറെ TLMകൾ പഠനോപകരണങ്ങളൊക്കെ നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ട് പല ഗണിത വിജയത്തിനും ഇതൊക്കെ വേണ്ടിയിട്ടൊക്കെ. ഇനി അടുത്തത് വെദർ പ്ലേ മെറ്റീരിയൽസ്, ഗെയിംസ് ആൻഡ് സ്പോർട്സ് എക്യുപ്മെന്റ് അവൈലബിൾ ഫോർ ഈച്ച് ഗ്രേഡ്? അത് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് യുക്തം പോലെ ഫില്ല് ചെയ്യും. അടുത്തത് 1.49 ഡീറ്റെയിൽസ് ഓഫ് വിസിറ്റ് ടു ദ സ്കൂൾ ഡ്യൂറിംഗ് ദ പ്രീവിയസ് അക്കാഡമിക് ഇയർ? നമ്പർ ഓഫ് അക്കാഡമിക് ഇൻസ്പെക്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ AEO ഡയറ്റ് എന്നുള്ളതിൽ നിന്നുള്ള ഇൻസ്പെക്ഷൻസ് ആണ് വരുന്നത്. ഇനി ഡയറ്റ് അതുപോലെ DO ഒക്കെ വരും കേട്ടോ, ഹൈസ്കൂളൊക്കെ ആകുമ്പോൾ DO അങ്ങനെയൊക്കെ വരും. ഇനി നമ്പർ ഓഫ് വിസിറ്റ്സ് ബൈ CRC കോർഡിനേറ്റേഴ്സ്, അവിടെ നമ്മുടെ CRC കോർഡിനേറ്റേഴ്സും ട്രെയിനേഴ്സും വന്ന വിസിറ്റിന്റെ എണ്ണാണ് എഴുതേണ്ടത്. നമ്പർ ഓഫ് വിസിറ്റ്സ് ബൈ ബ്ലോക്ക് ലെവൽ ഓഫീസർ എന്ന് പറയുമ്പോൾ BPCയുടെ വിസിറ്റിന്റെ എണ്ണാണ് വരുന്നത്. നമ്പർ ഓഫ് വിസിറ്റ്സ് ബൈ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ ആ എണ്ണമാണ് അവിടെ എഴുതേണ്ടത്, രേഖപ്പെടുത്തേണ്ടത്. അടുത്തത് ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ. ഓക്കെ. അടുത്തത് 1.50 വെദർ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ഹാസ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് എന്ന് പറയുന്നുണ്ട്. അവിടെ നമ്മൾ എന്തായാലും SMC എല്ലാ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലും രൂപീകരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ PTA ഉണ്ടാവും. അപ്പോൾ അവിടെ യെസ് എന്ന് രേഖപ്പെടുത്തുക. ഇനി ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ SMC എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്പർ ഓഫ് പാരന്റ്സ് ഓർ ഗാർഡിയൻസിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഈ AB കഴിഞ്ഞിട്ട് അടുത്തത് നോക്കിയേ, ഓഫ് ദി നമ്പേഴ്സ് ഇൻ B above provide number of parents belongs to. അതായത് നമ്മളിപ്പോ B എന്ന് പറഞ്ഞതില് രക്ഷിതാക്കള് മെയിലും ഫീമെയിലും തിരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ രക്ഷിതാക്കള് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ള സ്പ്ലിറ്റപ്പ് ആണ് അവിടെ താഴെ 1, 2, 3, 4 കോളത്തിലായിട്ട് ചോദിക്കുന്നത്. അപ്പൊ അത് കൃത്യമാകാൻ ശ്രമിക്കുക. മേലെ Bയിൽ എഴുതിയിരിക്കുന്ന നമ്പറിന്റെ സ്പ്ലിറ്റപ്പ് ആണ് താഴെ വരേണ്ടത് കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി അതുപോലെ തന്നെ നമ്പർ ഓഫ് ടീച്ചിങ് സ്റ്റാഫ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ ഡാറ്റ ചിലപ്പോ മാറി വരാൻ, അതായത് വ്യത്യാസം വന്നിട്ടുണ്ടാവും. ചിലപ്പോ നമ്മുടെ കഴിഞ്ഞ വർഷം കൊടുത്ത ഡാറ്റ ആവണമെന്നില്ല, ചിലപ്പോ മാറി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നിങ്ങൾ യുക്തം പോലെ അത് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യാം. ഇനി വെദർ SMC ഹാസ് പ്രിപ്പയർഡ് ദ സ്കൂൾ ഡെവലപ്മെന്റ് പ്ലാൻ? എല്ലാ വിദ്യാലയങ്ങളിലും സ്കൂൾ ഡെവലപ്മെന്റ് പ്ലാൻ ഉണ്ട്. അപ്പൊ അത് യെസ് എന്ന് എഴുതുക. വെദർ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഫോർ SMC ബീയിങ് മെയിൻറ്റെയിൻഡ്? അത്
യെസ് ആണ്. നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളിലും SSKയും ഹൈസ്കൂൾ ആണെങ്കിൽ HMഉം നമ്മുടെ PTA പ്രസിഡന്റുമായിട്ട് ഒരു SSKയുടെ അക്കൗണ്ട് ഉണ്ട്. ഹയർ സെക്കൻഡറി ഉള്ള സ്കൂളുകളാണെങ്കിൽ ഹയർ സെക്കൻഡറിയിലെ പ്രിൻസിപ്പളും PTA പ്രസിഡന്റും തമ്മിൽ ചേരുന്ന SSKയുടെ അക്കൗണ്ട് ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അത് ശരിയല്ലേ എന്നുള്ളതൊന്ന് നോക്കാം. ഇനി അടുത്തത് ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഇൻ സ്കൂൾ. ടീച്ചർ, അതിനിടയിൽ ഒരു 1.51 ഒരു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി SMC SMDC ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ചിലപ്പോൾ SMC SMDC ഉണ്ടാവും. അപ്പൊ അത് രണ്ടും ഒന്നാണെങ്കിൽ നമ്മൾ യെസ് എന്ന് കൊടുക്കുക, അതല്ല രണ്ടും രണ്ടാണെങ്കിൽ നോ എന്ന് കൊടുത്തിട്ട് പിന്നെ SMDCയുടെ ഡീറ്റെയിൽസ് ആണ് ഈ പറഞ്ഞ പോലെ SMCയുടെ ഡീറ്റെയിൽസ് പറഞ്ഞ പോലെ SMDCയുടെ ഡീറ്റെയിൽസ് നമ്മൾ ഓരോന്നായിട്ട് എത്ര പാരന്റ്സ് ഉണ്ട്, എത്ര എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ചിൽഡ്രൻസിന്റെ പാരന്റ്സ് ഉണ്ട്, ആ ഡീറ്റെയിൽസ് SMDC സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ മാത്രം ആ കോളം കൂടി പൂരിപ്പിക്കുക. പിന്നെ അതിന്റെ താഴെയായിട്ട് SMDC എത്ര മീറ്റിംഗ് പ്രീവിയസ് അക്കാദമിക് ഇയറിൽ കൂടി എന്നുള്ളത് കൂടി നമ്മളിവിടെ കാണിക്കണം. അതുപോലെ SMDC ഒരു സ്കൂൾ ഇംപ്രൂവ്മെന്റ് പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ, SMDCക്ക് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ, SMDCയുമായി ബന്ധപ്പെട്ടതാണ് ആ ഒരു പേജ് വന്നിട്ടുള്ളത്. അത് SMCയും SMDCയും സെപ്പറേറ്റഡ് അല്ല, ഒന്നാണെങ്കിൽ നമുക്കത് ഫില്ല് ചെയ്യണ്ട, വേറെ ആണെങ്കിൽ ആ ഒരു 1.51 എന്നുള്ള കോളം കൂടി നമ്മൾ ഫില്ല് ചെയ്യണം. ഇനി അടുത്തത് ഫിസിക്കൽ ഫെസിലിറ്റീസ്. ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഇൻ സ്കൂൾ. അത് സ്റ്റാറ്റസ് ഓഫ് ദ സ്കൂൾ ബിൽഡിംഗ്. അത് പ്രൈവറ്റ് ആണെങ്കിൽ 1 ഇടുക, ഗവൺമെന്റ് ആണെങ്കിൽ 3. നമുക്ക് അങ്ങനത്തെ ബിൽഡിങ്ങുകൾ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ അത് ഏതാണെങ്കിൽ അത് ഇടാം. ഇനി അടുത്തത് ടൈപ്പ് ഓഫ് സ്കൂൾ ബിൽഡിംഗ്. അത് അവിടെ ഫസ്റ്റ് കോളം ടോട്ടൽ നമ്പർ ഓഫ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിൽ എത്ര ബ്ലോക്ക് ഉണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിന്റെ എണ്ണം എഴുതുക. ഇനി കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ചില സ്കൂളുകളിൽ മാറാൻ സാധ്യതയുണ്ട്, പുതിയ ബ്ലോക്കുകളൊക്കെ പണിതിട്ടുണ്ടെങ്കിൽ. ഇനി ആ ബ്ലോക്ക് പക്കയാണെങ്കിൽ പക്ക എന്നുള്ളത് എഴുതുക. ഇനി പാർഷ്യലി പക്കയാണെങ്കിൽ അതിന്റെ സ്പ്ലിറ്റപ്പ് എഴുതുക. എത്ര എണ്ണം പാർഷ്യലി പക്ക ഉണ്ടെങ്കിൽ അത് അങ്ങനെ എഴുതുക. എന്തായാലും ഈ ആദ്യം ടോട്ടൽ നമ്പർ ഓഫ് ബിൽഡിംഗ് ബ്ലോക്സിന്റെ സ്പ്ലിറ്റപ്പ് ആണ് ബാക്കി വരുന്നത് കേട്ടോ. ഇനി ടൈപ്പ് ഓഫ് ബൗണ്ടറി വാളിനെ പറ്റിയും ചോദിക്കുന്നുണ്ട്. അത് പക്കയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്കയാണെങ്കിൽ പക്ക എന്ന് മാർക്ക് ചെയ്യുക. ഇനി പക്ക ബ്രോക്കൺ ആണെങ്കിൽ 2 ഇടുക. അത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കിയേ. ഇനി ഡീറ്റെയിൽസ് ഓഫ് ക്ലാസ് റൂം അവൈലബിൾ ഇൻ ദ സ്കൂൾ. പ്രീ പ്രൈമറി തൊട്ട് 12ാം ക്ലാസ് വരെയുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലെ നമ്പർ ഓഫ് ക്ലാസ് റൂം ഫോർ ഇൻസ്ട്രക്ഷണൽ പർപ്പസ്. അപ്പൊ നമ്മളുടെ പഠനത്തിന് വേണ്ടി എത്ര ക്ലാസ് മുറികൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. അതിന്റെ എണ്ണം എഴുതുക. ഇനി നമ്പർ ഓഫ് ക്ലാസ് റൂം അണ്ടർ കൺസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക. ടോട്ടൽ ക്ലാസ് റൂം ഇൻ ഡിലാപിലേറ്റഡ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് അവിടെ രേഖപ്പെടുത്തുക. ഇനി അടുത്തത് ഔട്ട് ഓഫ് ടോട്ടൽ ക്ലാസ് റൂം ഫോർ ഇൻസ്ട്രക്ഷണൽ പർപ്പസ് ദ ഡീറ്റെയിൽസ് ബൈ സ്റ്റേജ് ലെവൽ. നമ്മളിപ്പോ അവിടെ എത്ര ക്ലാസ് റൂം അവിടെ ആദ്യം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതില് പ്രീ പ്രൈമറിക്ക് എത്ര എണ്ണം അവിടെ വന്നിട്ടുണ്ട്, പ്രൈമറി സെക്ഷനിന് എത്ര വന്നിട്ടുണ്ട്, അപ്പർ പ്രൈമറിക്ക് വന്നിട്ടുണ്ടോ, ഹൈസ്കൂളിന് എത്ര, ഹയർ സെക്കൻഡറിക്ക് എത്ര, ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2.14 ആദ്യത്തെ കോളം എഴുതിയല്ലോ, നമ്പർ ഓഫ് ക്ലാസ് റൂം ഫോർ ഇൻസ്ട്രക്ഷണൽ പർപ്പസ് അതാവണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ടോട്ടൽ നമ്പർ ഓഫ് റൂംസ് അതർ ദാൻ ക്ലാസ് റൂംസ് അവൈൽ ഇൻ ദി സ്കൂൾ. അവിടെ HMന്റെ റൂം, സ്റ്റഡി പർപ്പസിന്റെ റൂം, അങ്ങനെ കുറെ റൂമുകൾ ഉണ്ടല്ലോ. അതായത് സ്റ്റഡി പർപ്പസിനല്ലാത്ത റൂമുകൾ അവിടെ വരുമല്ലോ. ആ റൂമുകളുടെ എണ്ണമാണ് നമ്മൾ അവിടെ രേഖപ്പെടുത്തേണ്ടത്. ഇനി
ക്ലാസ് റൂമിന്റെ കണ്ടീഷനാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ടൈപ്പ് ഓഫ് ക്ലാസ് റൂം എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പക്കയാണെങ്കിൽ ഗുഡ് കണ്ടീഷൻ, പക്ക, പാർഷ്യലി പക്ക, കച്ച, റെന്റഡ്, ടെന്റ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് ഏത് കണ്ടീഷൻ ആണെന്നുള്ളത് നിങ്ങൾ അവിടെ രേഖപ്പെടുത്തുക. ഇനി whether land is available for expansion of school facilities. യെസ് ആണെങ്കിൽ യെസ് എഴുതുക, നോ ആണെങ്കിൽ നോ എഴുതുക. അടുത്തത് whether separate room for headmaster principal available. അതൊരു നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ സെപ്പറേറ്റ് മുറി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ യെസ് എന്ന് രേഖപ്പെടുത്തുക. does the school have toilet? നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളിലും ടോയ്ലറ്റ് ഉണ്ട്. അടുത്തത് ഡീറ്റെയിൽസ് ഓഫ് ടോയ്ലറ്റ് ചോദിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് ടോയ്ലറ്റ് സീറ്റ്സ് അവൈലബിൾ എക്സ്ക്ലൂഡിംഗ് CWSN ഫ്രണ്ട്ലി ടോയ്ലറ്റ്. അതായത് CWSN കുട്ടികളുടെ അല്ലാത്ത ടോയ്ലറ്റുകളുടെ എണ്ണമാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. അത് ബോയ് ഗേള് തിരിച്ചിട്ട് ടോട്ടൽ ചോദിച്ചിട്ടുണ്ട്. അത് എത്ര ടോയ്ലറ്റ് ഉണ്ട്, അത് ഫങ്ഷനിലാണോ എന്ന് ഓരോന്നും സെപ്പറേറ്റ് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്പർ ഓഫ് CWSN ഫ്രണ്ട്ലി ടോയ്ലറ്റ് സീറ്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ അഡാപ്റ്റഡ് ടോയ്ലറ്റുകളൊക്കെ പല വിദ്യാലയങ്ങളിലും ഉണ്ട്, അതിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. അടുത്തത് ടോട്ടൽ നമ്പർ ഓഫ് ടോയ്ലറ്റ് സീറ്റ്സ് ഇൻക്ലൂഡിങ് CWSN ഫ്രണ്ട്ലി ടോയ്ലറ്റ്. ഇതിന്റെ ടോട്ടൽ, ഇതിന്റെ മേലത്തെ രണ്ടെണ്ണത്തിന്റെയും ടോട്ടൽ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ടോട്ടൽ നമ്പർ ഓഫ് യൂറിനൽസ് അവൈലബിൾ, അതിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. അടുത്തത് ഔട്ട് ഓഫ് ദി total number of functional toilet urinals given in table 2.17, how many have running water available in the toilets? അതായത് അവിടെ നമ്മൾ വെള്ളത്തിനുള്ള സൗകര്യം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ വിദ്യാലയങ്ങളിലെല്ലാം അതിന് വെള്ളത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി അടുത്തത് ഈസ് ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റി വിത്ത് സോപ്പ് അവൈലബിൾ നിയർ ടോയ്ലറ്റ് യൂറിനൽ. അത് യെസ് ആണ് ഉണ്ടാവുക. ഇനി വെദർ ഇൻസുലേറ്റർ ഈസ് അവൈലബിൾ ഇൻ ഗേൾസ് ടോയ്ലറ്റ്, അത് നിങ്ങളുടെ സ്കൂളിന് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അതവിടെ രേഖപ്പെടുത്തുക. ഇനിയിപ്പോ ചിലര് പണ്ട് ഉണ്ടായില്ലെങ്കിൽ ഇപ്പൊ പുതിയതായിട്ട് ഉണ്ടായെങ്കിൽ അതിനനുസരിച്ച് മാർക്ക് ചെയ്യാം. വെദർ ഡ്രിങ്കിങ് വാട്ടർ ഈസ് അവൈലബിൾ ഇൻ സ്കൂൾ പ്രിമൈസസ്, അതെന്തായാലും യെസ് ആണ്. അതിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. ഹാൻഡ് പമ്പ് ആണോ, വെള്ളം കുടിവെള്ള സൗകര്യം നമ്മുടെ എല്ലാ വിദ്യാലയത്തിലും ഉണ്ട്, അത് ഏത് മാർഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹാൻഡ് പമ്പ് ആണോ, പ്രൊട്ടക്റ്റഡ് വെല്ലാണോ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ടാപ്പ് വാട്ടർ ആണോ, ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രേഖപ്പെടുത്തുക, അത് ഫങ്ഷനിലാണെന്ന് കാണിക്കാം. വെദർ വാട്ടർ പ്യൂരിഫയർ ഈസ് അവൈലബിൾ ഇൻ ദ സ്കൂൾ, ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് മാർക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് മാർക്ക് ചെയ്യാം. വെദർ വാട്ടർ ക്വാളിറ്റീസ് ടെസ്റ്റഡ് ഫ്രം വാട്ടർ ടെസ്റ്റിംഗ് ലാബ്, നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ നമ്മളത് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ യെസ് എന്നാണ് നമ്മൾ സാധാരണ കൊടുക്കാറ്. ഡസ് ദ സ്കൂൾ ഹാവ് പ്രൊവിഷൻ ഫോർ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതായത് നിങ്ങളുടെ വിദ്യാലയങ്ങളിൽ മഴവെള്ള സംഭരണി ഉണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്, അത് ചോദിക്കാം, അല്ല അത് മാർക്ക് ചെയ്യാം. ഇനി വെദർ ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റി വിത്ത് സോപ്പ് അവൈലബിൾ ഫോർ വാഷിംഗ് ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽ, നമ്മൾ സോപ്പൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നും കഴിഞ്ഞിട്ടൊക്കെ സോപ്പ് ഉപയോഗിച്ച് കഴുകാനുള്ള ഫെസിലിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, അത് യെസ് എന്ന് തന്നെയാവും. ഇനി ഇഫ് യെസ് നമ്പർ ഓഫ് വാഷ് പോയിന്റ്സ്, എത്ര, അങ്ങനെ യെസ് ആണെങ്കിൽ എത്ര പൈപ്പുകൾ അവിടെ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ, പൈപ്പുകളുടെ എണ്ണം. ഇനി വെദർ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഈസ് അവൈലബിൾ ഇൻ ദ സ്കൂൾ, നമ്മുടെ എല്ലാ വിദ്യാലയത്തിലും ഇലക്ട്രിസിറ്റി ഉണ്ട്, ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ട്. വെദർ സോളാർ പാനൽ ഈസ് അവൈലബിൾ ഇൻ ദ സ്കൂൾ, ഇത് നോക്കുക കേട്ടോ, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതാം, ഇല്ലെങ്കിൽ. വെദർ ദ സ്കൂൾ ഹാസ് ലൈബ്രറി ഫെസിലിറ്റി, ബുക്ക് ബാങ്ക്, റീഡിംഗ് കോർണർ, അപ്പൊ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് മാർക്ക് ചെയ്യുക, അതിനടുത്ത് എത്ര ബുക്ക് ഉണ്ട് എന്നുള്ളത് രേഖപ്പെടുത്താം. ഇനി റീഡിംഗ് കോർണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് മുറികളിൽ വായനാമൂല്യം ഉണ്ടല്ലോ, അതൊക്കെ റീഡിംഗ് കോർണർ ആയിട്ടാണ് വരുന്നത്. ഇനി അടുത്തത് ഡസ് ദ സ്കൂൾ ഹാവ് ഫുൾ ടൈം ലൈബ്രറിയൻ, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതാം, അല്ലെങ്കിൽ. ഡസ് ദ സ്കൂൾ സബ്സ്ക്രൈബ് ടു ന്യൂസ് പേപ്പർ മാഗസിൻ, അതെല്ലാ വിദ്യാലയങ്ങളും ഉണ്ടാവും. വെദർ പ്ലേ ഗ്രൗണ്ട് ഫെസിലിറ്റീസ് അവൈലബിൾ,
സ്കൂളിന്റെ സാഹചര്യം അനുസരിച്ച് എഴുതുക. വെദർ മെഡിക്കൽ ചെക്കപ്പ് ഓഫ് ദ സ്റ്റുഡൻസ് വാസ് കണ്ടക്ടഡ് ഇൻ ദ ലാസ്റ്റ് അക്കാഡമിക് ഇയർ. എന്താണെന്ന് വെച്ചാൽ അത് എഴുതുക. ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കൽ ചെക്കപ്സ് കണ്ടക്ടഡ് ഇൻ ദി സ്കൂൾ ഡ്യൂറിങ് ദ ലാസ്റ്റ് അക്കാഡമിക് ഇയർ. ഇനി അടുത്തത് ഡിവോമിംഗ് ടാബ്ലറ്റ്സ് ഗിവൺ ടു ചിൽഡ്രൻ. അതായത് വേറെ മരുന്നുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. അതിൽ താഴെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് 2 ഡോസ് എന്നുള്ള. അതിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് ചെയ്യുക. ഇനി അയേൺ ആൻഡ് ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് ഗിവൺ ടു ചിൽഡ്രൻ ആസ് പെർ ഗൈഡ് ലൈൻസ്. അതുണ്ടെങ്കിൽ അത് അവിടെ അടയാളപ്പെടുത്താം. വെദർ റാമ്പ് ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ ടു ആക്സസ് സ്കൂൾ ബിൽഡിംഗ് എക്സിസ്റ്റ്. യെസ് ആണെങ്കിൽ യെസ് എന്ന് എഴുതാം, നോ ആണെങ്കിൽ നോ എന്ന്. ഇഫ് യെസ് വെദർ ഹാൻഡ് റെയിൽസ് ഫോർ റാമ്പ് ഈസ് അവൈലബിൾ. അപ്പൊ അവിടെ പറഞ്ഞത് എന്താന്ന് വെച്ചാല് നമ്മുടെ ബിൽഡിങ്ങുകൾക്കൊക്കെ റാമ്പും റെയിലും വേണം. അപ്പൊ അതില് ഹാൻഡ് റെയില് ഒരു വശത്ത് നമ്മുടെ ചില സ്കൂളിലേക്കുള്ള റാമ്പില് ഒരു സൈഡിൽ മാത്രമേ റെയിൽ ഉണ്ടാവുള്ളൂ, മറ്റു സൈഡിൽ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ നോന്ന് കൊടുത്തോ. അങ്ങനെയാ നിങ്ങൾക്ക് അതെന്ന് വെച്ചാൽ റാമ്പ് റെയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. 2 സൈഡിലും റെയിൽ ഉണ്ടെങ്കിൽ മാത്രമേ യെസ് എന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നോന്ന് കൊടുത്തോ എന്നാണ് പറഞ്ഞത്. വെദർ സ്കൂൾ ഹാസ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസോഴ്സ് അധ്യാപകരാണ്. ഇപ്പൊ അവർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചില വിദ്യാലയങ്ങളിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുണ്ട്. അവരുടെ പാരന്റ് സ്കൂളായിട്ട് കാണിക്കുന്നത് എവിടെയാണോ അങ്ങനെയുള്ള സ്കൂളുകാര് ഒന്ന് ഡെഡിക്കേറ്റഡ് എന്നുള്ളത് രേഖപ്പെടുത്തുക. ഇല്ലാത്തവര് നോ എന്ന് രേഖപ്പെടുത്തുക. ഇനി അടുത്തത് വെദർ കിച്ചൺ ഗാർഡൻ ഈസ് അവൈലബിൾ ഇൻ സ്കൂൾ. യെസ് ആണെങ്കിൽ യെസ് എന്നത്, നോ നോ. ഇനി ഡസ് ദ സ്കൂൾ ഹാവ് ഡസ്റ്റ്ബിൻ ഫോർ കളക്ഷൻ ഓഫ് വേസ്റ്റ്. അതൊക്കെ ഓരോ സ്കൂളിന്റെയും സാഹചര്യത്തിനനുസരിച്ച് എഴുതുക. ഇനി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫോർ ഹും ഫർണിച്ചർ ഈസ് അവൈലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിലെ എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികൾക്കുമുള്ള ഫർണിച്ചർ നമ്മൾ അവിടെ സ്കൂളിൽ ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് ടോട്ടൽ കുട്ടികളുടെ എണ്ണം. ഇനി അതിൽ കൂടുതൽ ഫർണിച്ചർ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ സ്കൂളിൽ 85 കുട്ടിയുണ്ട്, 90 കുട്ടിക്കുള്ള ഫർണിച്ചർ ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. ഒരിക്കലും ടോട്ടൽ കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് ഇവിടെ രേഖപ്പെടുത്താൻ പാടില്ല. ഇനി അടുത്തത് ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഇൻ സ്കൂൾ എന്നുള്ളത് ഓഡിയോ മൈക്കിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഇനി സയൻസ് കിറ്റ്, മാത്സ് കിറ്റ്, അതുപോലെ ബയോമെട്രിക് ഡിവൈസ്. അവിടെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം സമ്പൂർണ്ണയിൽ കയറ്റുന്നുണ്ട്. അതുപോലെ അധ്യാപകർക്ക് സ്പാർക്ക് വഴിയാണ് സാലറി ഒക്കെ കിട്ടുന്നത്. അതുകൊണ്ട് ബയോമെട്രിക് ഡിവൈസ് എന്നുള്ളിടത്ത് യെസ് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ അതിലൊരു ചെറിയൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത് ടീച്ചറെ, ഹയർ സെക്കൻഡറി സെക്ഷനിൽ സെപ്പറേറ്റ് ക്ലാസ് റൂം ഫോർ അസിസ്റ്റന്റ് ഹെഡ് ടീച്ചർ ഓർ പ്രിൻസിപ്പൽ. അപ്പൊ ആ താഴെ കൊടുത്തിരിക്കുന്ന ആ കോളംസ് എല്ലാതും വായിച്ചു നോക്കി സ്കൂൾ ഡിപ്പെൻഡന്റ് ആയിട്ട് അത് ഫില്ല് ചെയ്യേണ്ടതാണ്. സെപ്പറേറ്റ് കോമൺ റൂം ഫോർ ഗേൾസ് ഉണ്ടോ, സ്റ്റാഫ് റൂം ഉണ്ടോ, ലൈബ്രറി റൂം, കമ്പ്യൂട്ടർ റൂം, ടിങ്കറിംഗ് ലാബ് ഉണ്ടോ, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ ഉണ്ടെന്ന് രേഖപ്പെടുത്തുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് രേഖപ്പെടുത്തുക. പിന്നെ അതിന് തൊട്ട് താഴെ തന്നെ ലബോറട്ടറീസിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അത് ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് മാത്രമാണ് ഈ ലബോറട്ടറി ചോദിക്കുന്നത്. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് അത് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് റൂം ആണോ, ആണെങ്കിൽ അത് ഫുള്ളി എക്യുപ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ പ്രീഫിൽഡ് ആണ്. അതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് രേഖപ്പെടുത്തണം. അതേതാ 2.2 2.0 2.2 2.22 അത് രണ്ടും ചിലപ്പോ ആ DCF-ല് വന്നിണ്ടാവില്ല. ശരി. സ്കാൽ ലാബ് 2.3. ഓക്കെ, 2.31. ഈ സ്കാൽ ലാബ് അവൈലബിൾ ഇൻ ദ സ്കൂൾ. അവിടെ കമ്പ്യൂട്ടർ എയ്ഡഡ് ലേണിങ്ങിനായിട്ട് നമ്മൾ ലാപ്ടോപ്പ്,
ഡെസ്ക്ടോപ്പ്, അങ്ങനെ ടാബ്ലറ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതുണ്ടെങ്കിൽ അവിടെ യെസ് എന്ന് രേഖപ്പെടുത്തുക. ഈസ് ICT ലാബ് അവൈലബിൾ ഇൻ ദ സ്കൂൾ, അവിടെ നമുക്ക് ഇന്റർനെറ്റ് കണക്ഷനും ടെക്നോളജി ഉള്ളവർ യെസ് എന്ന് കൊടുക്കുക. ഇനി അടുത്തത്, if ICT lab is available, year of implementation എഴുതുക. ഇനി whether ICT lab is functional or not എന്ന് ചോദിക്കുന്നുണ്ട്. ഇനി അടുത്തത്, which model is implemented in the school എന്നുള്ളടത്ത് others എന്ന് രേഖപ്പെടുത്തിയാൽ മതി. അടുത്തത്, type of ICT instructor in the school, അത് നിങ്ങൾ എന്താണ് ഉണ്ടെങ്കിൽ ഉണ്ട്, അത് ഇല്ല എന്നുള്ള രീതിയിൽ നോക്കുക. ഇനി അടുത്തത്, ഡസ് ദ സ്കൂൾ ഹാവ് ദ ഫോളോയിങ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ലാബിലെ സംഭവങ്ങൾ, പ്രൊജക്ടർ, സർവർ, ഇത് പ്രീഫിൽഡ് ആണ്. എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിൽ, കൂടുതൽ ഉപകരണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് രേഖപ്പെടുത്താം. ഇനി അടുത്തത്, whether ICT based tools are being used for teaching, നമ്മൾക്കറിയാം എല്ലാ ICT ഉപയോഗിച്ചിട്ട് തന്നെയാണ് ക്ലാസ് റൂം. അപ്പൊ യെസ്. ഇഫ് യെസ്, നമ്പർ ഓഫ് അവേഴ്സ് സ്പെൻഡ് പെർ വീക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ അടയാളപ്പെടുത്താം. ഇനി അടുത്ത സെഷനിലേക്ക് പോട്ടെ. ശരണി, ഹലോ. ഇത് ടീച്ചിങ് സ്റ്റാഫ് അല്ലേ? അത് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ആണ്. അതില് number of non-teaching administrative staff and supporting staff in position, അത് ഇവിടെ പ്രീഫിൽഡ് ആണ് മിക്ക സ്കൂളുകളിലും. എന്നാലും എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിലൊക്കെ ഉണ്ടാവും, അക്കൗണ്ടന്റ് ഉണ്ടാവും, പ്യൂൺ ഉണ്ടാവും, അങ്ങനെ ഓരോരുത്തരുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് ഡാറ്റ ഫിൽ ചെയ്ത് തരാം. ഇനി നമ്പർ ഓഫ് ടീച്ചിങ് സ്റ്റാഫ് ഇൻ പൊസിഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് നോക്കുക, ടീച്ചിങ് സ്റ്റാഫ്. നമ്മളിപ്പോ ഈ കണക്ക് ചോദിക്കുന്നത് വേറെ ആർക്കും കൊടുക്കാനൊന്നും വേണ്ടിയിട്ടല്ല, നമ്മുടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ്. അധ്യാപകർക്ക് പരിശീലനം നൽകുന്നതിന് എത്ര അധ്യാപകരുണ്ട് എന്നുള്ള ഒരു കണക്കിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡാറ്റ ചോദിക്കുന്നത്. അപ്പൊ അവിടെ ടീച്ചിങ് സ്റ്റാഫ് എന്നുള്ളടത്ത് റെഗുലർ സ്റ്റാഫിന്റെ അവിടെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കനുസരിച്ച് എത്ര സ്റ്റാഫ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാഫ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കണക്കാണ് എഴുതേണ്ടത്. അപ്പൊ ചിലപ്പോ നമ്മുടെ ഇപ്പൊ ആരെങ്കിലും റിട്ടയർ ചെയ്തിട്ട് ചിലപ്പോ ഡെയിലി വേജിലെ സ്റ്റാഫൊക്കെ ആവും അവിടെ ഉണ്ടാവുക. പക്ഷെ നമ്മൾ എന്ത് വേണം, അവരെയും കൂടി കൂട്ടി ചേർത്തിട്ട് ഈ റെഗുലർ സ്റ്റാഫിൽ കൊടുക്കണം. ട്രെയിനിങ് പരിശീലനത്തിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്തത്, കോൺട്രാക്ട് സ്റ്റാഫ്. അങ്ങനെ ആരുടെയെങ്കിലും സ്കൂളിൽ ഉണ്ടെങ്കിൽ മാത്രം അവിടെ രേഖപ്പെടുത്തിയാൽ മതി. ഇനി ഇതില് എത്ര ടീച്ചേഴ്സിന് ആധാർ ഉണ്ട് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതില് നമ്മുടെ ടീച്ചേഴ്സിലെ സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സ് ചില സ്കൂളുകളിലുണ്ട്. നമ്മുടെ BRCന്ന് 2 സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സിന് 2 സ്കൂളുകളിലേക്ക് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെയും കൂടി കൂട്ടി ചേർത്ത് എഴുതിക്കോളൂ കേട്ടോ. പാർട്ട് ടൈം ഇൻസ്ട്രക്ടർ ഫോർ ആർട്ട്, ഹെൽത്ത്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ പൊസിഷൻ ആസ് പെർ RT നോംസ് ഫോർ അപ്പർ പ്രൈമറി സെഷൻ എന്ന് ചോദിച്ചിട്ട് നമ്മളിവിടെ ഒരു കോളം വന്നിട്ടുണ്ട്. അതില് നമ്മുടെ BRCയിൽ നിന്ന് സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എണ്ണം കൂടി കൂട്ടിയിട്ട് എഴുതിക്കോളൂ. അത് നമ്മുടെ 2 സ്കൂളല്ലേ ഉള്ളൂ, GVHS തളിക്കുളവും GVHS വലപ്പാട്, 2 സ്കൂളല്ലേ ഉള്ളൂ? 2 സ്കൂളുള്ളൂ. 2 ഗവൺമെന്റ് സ്കൂൾ. ഇനി ടീച്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ അത് എന്തൊക്കെയാ കാര്യങ്ങൾ ചോദിക്കണെന്നുള്ളത്, മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, സോഷ്യൽ കാറ്റഗറി, ടൈപ്പ് ഓഫ് ടീച്ചർ, നേച്ചർ ഓഫ് അപ്പോയിന്റ്മെന്റ്, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, ക്ലാസ് ടോട്ട് തുടങ്ങി ഡിസബിലിറ്റി വരെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് നമ്മൾ പറഞ്ഞു, ഈ ഡാറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡേറ്റിന്റെ കാര്യം പറഞ്ഞു. സെപ്റ്റംബർ 30, 2020 എന്നുള്ളതാണ് നമ്മുടെ ഡാറ്റ ഡേറ്റ്. അപ്പൊ അന്നേ ദിവസം നമ്മുടെ ഉള്ള എല്ലാ ടീച്ചർമാരുടെയും ഡീറ്റെയിൽസ് ഇതിൽ എഴുതണം. ഇനി ചിലപ്പോ ഈ വർഷം റിട്ടയർ, ഇപ്പൊ ഈ മാർച്ച് അല്ലെങ്കിൽ ഏപ്രില്, മെയ്യിലൊക്കെ 2021 റിട്ടയർ ചെയ്ത ടീച്ചർമാര്
ഡാറ്റ അവരിപ്പൊ റിട്ടയർ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമ്മുടെ ഡേറ്റ് സെപ്റ്റംബർ 30, 2020 അപ്പൊ അന്നേ ദിവസം നമ്മുടെ ഇതിലുള്ള ടീച്ചർമാരുടെ ഡീറ്റെയിൽസ് ഒക്കെ വേണം കേട്ടോ. ഇനി നമ്മുടെ പ്രീ പ്രൈമറി ടീച്ചർ ഉണ്ടെങ്കിൽ ആ ടീച്ചറുടെ ഡീറ്റെയിൽസും വേണം. അവരുടെ ടീച്ചർ കോഡിന്റെ സ്ഥാനത്ത് നമ്മൾ നമ്മുടെ പെൻ നമ്പർ ആണ് എഴുതുന്നത്, അവർക്ക് പെൻ നമ്പർ ഇല്ല, അപ്പൊ അവിടെ 0 എന്ന് മാർക്ക് ചെയ്താൽ മതി. ഇനി നമ്മുടെ ഇതിൽ നിന്ന് മുന്നേ റിട്ടയർ ചെയ്തു പോയ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഇത് വെട്ടുക. പിന്നെ പുതുതായിട്ട് ടീച്ചർമാരുടെ ഡീറ്റെയിൽസ് എഴുതാൻ വേണ്ടിയിട്ട്, അതായത് പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്ത ടീച്ചർമാരുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് വേറെ സ്പെയർ കോളങ്ങളൊക്കെ ഉണ്ട്. ഇനി ഈ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ്, പേര്, പെൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ടീച്ചർമാരുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ എഴുതുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീച്ചർ പഠിപ്പിക്കുന്നത് ഹയർ സെക്കൻഡറിയിലായിരിക്കും. ടീച്ചറുടെ ഹയർ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി എന്നൊക്കെ ചിലർ തെറ്റി തരാറുണ്ട്. അപ്പൊ അതുപോലെ ഒന്ന് അവരുടെ കൃത്യമായിട്ട് തന്നെ തരണം. പിന്നെ അതുപോലെ തന്നെ അപ്പോയിന്റഡ് ഫോർ സബ്ജക്റ്റ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സയൻസ് ടീച്ചർമാരൊക്കെ ഇപ്പൊ ഹൈസ്കൂളിലൊക്കെ സയൻസ് ടീച്ചർമാരൊക്കെ ഫിസിക്കൽ സയൻസ് ടീച്ചർ നമ്മൾ ഫിസിക്സ് എടുക്കും, കെമിസ്ട്രി എടുക്കും, അങ്ങനെ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ അപ്പോയിന്റഡ് ഫോർ 12ാമത്തെ ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ അപ്പോയിന്റഡ് ഫോർ സബ്ജക്റ്റ് എന്നുള്ളിടത്ത് നമ്മൾ സയൻസ് എന്ന് എഴുതുക. ഇനി അതിന്റെ താഴെ ചോദിക്കുന്നുണ്ട് മെയിൻ സബ്ജക്റ്റ് ടോട്ട് 1, 2 എന്ന് പറഞ്ഞിടത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ആ രീതിയിൽ എഴുതുക കേട്ടോ, തെറ്റിക്കാതെ എഴുതുക. ഇത്രയല്ലേ ഉള്ളൂ. ഇനി അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? അതില് നമ്മുടെ ട്രെയിനിങ്ങുകൾ എന്തെങ്കിലും BRCയിൽ നിന്നോ CRCയിൽ നിന്നോ ഡയറ്റ് വഴിയോ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ഈ ടീച്ചർമാർക്ക് ട്രെയിനിങ്ങുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ലാസ്റ്റ് അക്കാദമിക് ഇയറിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് ഡേയ്സ് അതിൽ പൂരിപ്പിക്കണം. പിന്നെ ഇതിൽ വേറൊരു കോളം പറഞ്ഞിട്ടുള്ളത് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് സ്പെൻഡ് നോൺ ടീച്ചിങ് അസൈൻമെന്റ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദിവസങ്ങള് ഓരോ ടീച്ചറുടെയും രേഖപ്പെടുത്തണം. പിന്നെ ഓരോ സ്റ്റഡിഡ് അപ് ടു, ഇപ്പോ ഇവിടെ ടീച്ചറുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ തന്നിരിക്കുന്നത് ഗ്രാജുവേറ്റ് ആണ്, പക്ഷെ ടീച്ചർ സയൻസ് അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ളത് കണ്ടു സെക്കൻഡറി വരെ എന്നാണ് പൂരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതൊരു മിസ്റ്റേക്ക് ആണ്. എന്തായാലും ഇംഗ്ലീഷൊക്കെ നമ്മള് ഡിഗ്രി ലെവലിലും പഠിക്കുന്നുണ്ട്. അപ്പോ ഇത്തരം കാര്യങ്ങളിൽ ഒരു മിസ്മാച്ച് വരാതെ നോക്കണം. അതായത് ഹയസ്റ്റ് ക്വാളിഫിക്കേഷനേക്കാളും താഴെ കൊടുക്കാം. ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജസ് ഒക്കെ നമ്മൾ ഹയർ സെക്കൻഡറി ലെവലും അല്ലെങ്കിൽ ഡിഗ്രിക്കും പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഗ്രാജുവേറ്റ് കൊടുത്തിട്ട് ഇവിടെ സെക്കൻഡറി കൊടുക്കുമ്പോൾ അത് എൻട്രിയിൽ വരുന്നൊരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് തരുന്നതിൽ വരുന്നൊരു മിസ്സിംഗോ ആയിട്ട് കണക്കാക്കും. അപ്പൊ നമ്മുടെ ഡാറ്റയുടെ ഒരു എന്താ പറയാ സാധുത കുറയും. അപ്പൊ ആ വക കാര്യങ്ങള് ടീച്ചർ ഡാറ്റ നോക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഈ സ്റ്റഡിഡ് അപ് ടു എന്ന് പറയുന്ന ഈ 4 കോളംസ് ടീച്ചറുടെ ക്വാളിഫിക്കേഷനുമായി മാച്ച് ചെയ്തിട്ട് ഒന്ന് നോക്കുക. പിന്നെ നമ്മുടെ പ്രസന്റ് സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നത് ഏത് കൊല്ലം തുടങ്ങിയിട്ടാണ്, ഡിസബിലിറ്റി ഉണ്ടോ ഇല്ലയോ, CWS ട്രെയിനിങ് നമ്മുടെ ടീച്ചേഴ്സിന് സാധാരണ ഇല്ല, അതുകൊണ്ട് അത് നോ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ മൊബൈൽ നമ്പർ, പിന്നെ അതുപോലെ ഇത്തവണ ശ്രദ്ധിക്കേണ്ട കാര്യം ഇമെയിൽ അഡ്രസ് ആണ്. ഇപ്പൊ ഓൺലൈൻ മോഡ് ആയതുകൊണ്ട് തന്നെ ഇമെയിൽ അഡ്രസ് പരമാവധി എല്ലാവരുടെയും തരാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയല്ലേ ഉള്ളൂ. ഇനി അടുത്ത 4ാമത്തെ സെഷൻ എൻറോൾമെന്റ് ആണ്. അത് BRCയിലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായ ജാസ്മിൻ ക്ലാസ് എടുക്കുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്. ഞാൻ ഈ സ്ക്രോൾ ചെയ്ത് പോണത് എൻറോൾമെന്റ് എത്തുന്നത് കാണുന്നുണ്ടോ? ഇപ്പൊ ടീച്ചർ ഡാറ്റയിലാണ് നിൽക്കുന്നത്. ടീച്ചർ ഡാറ്റ കഴിഞ്ഞപ്പോ എൻറോൾമെന്റ് എത്തി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പൊ നമ്മൾ ഇനി എൻറോൾമെന്റിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ പൂരിപ്പിക്കാന്നുള്ളത് നമുക്ക് നോക്കാം. സെക്ഷൻ 4 ന്യൂ അഡ്മിഷൻ, എൻറോൾമെന്റ് ആൻഡ് റിപ്പീറ്റേറ്റേഴ്സ്. ന്യൂ അഡ്മിഷൻ പുതിയതായിട്ട്
പ്രീ പ്രൈമറി സെക്ഷനിൽ ടോട്ടൽ എൻറോൾമെന്റ് ഇൻ പ്രീ പ്രൈമറി സെക്ഷനിൽ പുതിയതായിട്ട് വന്ന കുട്ടികളുടെ എൻറോൾമെന്റ് ഡീറ്റെയിൽസ് ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അവിടെ LKG UKG തിരിച്ച് ചോദിച്ചിട്ടുണ്ട്. ബോയും ഗേൾസും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുക. LKG UKG, ആ LKGയിൽ ബോയ്സ് എത്ര ഗേൾസ് എത്ര, UKGയിൽ ബോയ്സ് എത്ര ഗേൾസ് എത്ര എന്നുള്ളത് എഴുതാം. അതേപോലെ 4.12 ന്യൂ അഡ്മിഷൻ ഇൻ ഗ്രേഡ് 1 എന്ന് പറയുന്നത് 1-ാം ക്ലാസ്സിൽ പുതിയ അഡ്മിഷൻ. 1-ാം ക്ലാസ്സിലത്തെ മാത്രം ഇവിടെ എഴുതിയാൽ മതി. അത് കാരണമാണ് ഗ്രേഡ് 1 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ ബോയ്സ് ഗേൾസ് സെപ്പറേറ്റ് ആയിട്ട് ഏജ് വൈസ് ചോദിച്ചിട്ടുണ്ട്. 5 വയസ്സിന് മേലെ, 5 വയസ്സ്, 6, 7, ഗ്രേറ്റർ ദാൻ 7. ആദ്യത്തെ ഞാൻ 5 വയസ്സിന് മേലെ എന്ന് പറഞ്ഞു, അതല്ല 5 വയസ്സിന് താഴെയാണ്. അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഉണ്ടെങ്കിൽ ബോയ്സ് ഗേൾസ് തിരിച്ചിട്ട് എഴുതുക. ഇതിലൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഗ്രേഡ് 1 എന്ന് പറയുന്നത് നമ്മുടെ ആകെ 2 സ്കൂളിനേ വരുള്ളൂ. ചിലപ്പോഴെങ്കിലും കാണാറുണ്ട് നമ്മുടെ 5-ാം ക്ലാസ്സിലെ കുട്ടികളെ ഗ്രേറ്റർ ദാൻ 7 കാറ്റഗറിയിൽ എഴുതി തരാറുണ്ട്. ഇത് വേണ്ട, നമുക്ക് 1-ാം ക്ലാസ് മാത്രമല്ല. അപ്പൊ GHSS വാടാനപ്പള്ളിയും VPM-ഉം ആ 2 സ്കൂളുകൾ മാത്രമേ അവിടെ ഗ്രേഡ് 1 ഫില്ല് ചെയ്യേണ്ട കാര്യമുള്ളൂ. ബാക്കിയുള്ള സ്കൂളുകളിൽ ഈ ഓപ്ഷൻ, ഈ ചോദ്യം തന്നെ ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ടോട്ടൽ ചിൽഡ്രൻ അഡ്മിറ്റഡ് ഇൻ ഗ്രേഡ് 1, അപ്പൊ ബോയ്സിന്റെ ടോട്ടൽ അവിടെ എഴുതുക, ഗേൾസിന്റെ ടോട്ടൽ അവിടെ എഴുതുക. അതിനപ്പുറത്ത് ഒരു കോളം ചോദിച്ചിട്ടുണ്ട്. ടോട്ടൽ ഔട്ട് ഓഫ് ടോട്ടൽ ഇൻ ഗ്രേഡ് 1 നമ്പർ ഓഫ് ചിൽഡ്രൻ വിത്ത് പ്രീ സ്കൂൾ എക്സ്പീരിയൻസ് ഇൻ സെയിം സ്കൂൾ. അപ്പൊ ഈ നമ്പർ ഓഫ് 1-ാം ക്ലാസ്സിലുള്ള കുട്ടികളിൽ എത്ര കുട്ടികൾ സെയിം സ്കൂളിൽ പ്രീ പ്രൈമറിയിൽ പഠിച്ചിട്ടുണ്ട്, എത്ര കുട്ടികൾ മറ്റു സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ അംഗനവാടി ഓർ ECCE അംഗനവാടികളിൽ എത്ര കുട്ടികൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഇനി 4.2 എൻറോൾമെന്റ് ഇൻ കറന്റ് അക്കാഡമിക് സെഷൻ. 1-ാം ക്ലാസ് തൊട്ട് പ്രീ പ്രൈമറി തൊട്ട് +2 വരെയുള്ള സ്കൂളുകളുണ്ട്. ചില സ്കൂളുകളിൽ 5 മുതൽ +2 വരെ ആയിരിക്കും. അതനുസരിച്ച് നിങ്ങൾ പൂരിപ്പിക്കുക. പ്രീ പ്രൈമറി സെക്ഷനിലുള്ള സ്കൂളുകൾ ശ്രദ്ധിക്കുക. അവിടെ പ്രീ പ്രൈമറിയിൽ ജനറൽ SC ST OBC ടോട്ടൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുന്നിലുള്ള ഷീറ്റിൽ നമ്മൾ ബോയിന്റെയും ഗേളിന്റെയും ടോട്ടൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതേ എണ്ണം വേണം ഇവിടെയും വരാൻ. അതേപോലെ 1-ാം ക്ലാസ്സിലും അവിടെ എഴുതിയ അതേ ടോട്ടൽ വേണം ഇവിടെ വരാൻ. അതിൽ ജനറൽ കാറ്റഗറി SC ST OBC എഴുതുന്ന സമയത്ത് OEC കുട്ടികളെയും കൂടി OBC കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ അതിന് തൊട്ട് താഴെ ഔട്ട് ഓഫ് ടോട്ടൽ എൻറോൾമെന്റ് പ്രൊവൈഡ് ദ ഡീറ്റെയിൽസ് ഓഫ് എൻറോൾമെന്റ് ബിലോങ്ങിങ് ടു ഫോളോയിങ് മൈനോറിറ്റി ഗ്രൂപ്പ്സ് ആസ് ഡിഫൈൻഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ OBCയിൽ നമ്മൾ തൊട്ട് മേലെ OBCയിൽ പിള്ളേരെ എഴുതിയിട്ടുണ്ടാവും. അതിൽ മുസ്ലിമിനെയും ക്രിസ്ത്യനെയും മാത്രം താഴെ തിരിച്ചെഴുതുക. സിഖ്, ബുദ്ധിസ്റ്റ്, പാർസി, ജെയിൻ, അതർ എന്നുള്ള കാറ്റഗറി നമുക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അതേഴ്സിൽ ആരും ഒന്നും എഴുതണ്ട. പിന്നെ ഹയർ സെക്കൻഡറി സെക്ഷനിൽ +1 +2 എൻറോൾമെന്റ് എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ VHSCയുടെ കൂടെ ടോട്ടൽ ഇവിടെ കാണിക്കണം. അതും കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കണം. അതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. C. Out of total enrollment, provide the number of students having Aadhaar. നമ്മുടെ മേലെ കാണിച്ച കുട്ടികളിൽ എത്ര പിള്ളേർക്ക് ആധാർ ഉണ്ട് എന്നുള്ളത് എണ്ണം കാണിക്കുക. പിന്നെ തൊട്ട് താഴെ BPL കുട്ടികളുടെ എണ്ണം. BPL കുട്ടികളുടെ എണ്ണം കറക്റ്റ് ആയിരിക്കണം. കാരണം യൂണിഫോം ഡാറ്റയ്ക്കൊക്കെ ഇനി UDICE നിന്നാണ് ഡാറ്റ എടുക്കുന്നത് എന്നാണ് ജില്ലയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം. അപ്പൊ BPL കുട്ടികളുടെ എണ്ണം എഴുതുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം എഴുതാൻ. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. Out of total enrollment, provide the number of transgender students. Transgender students ആയിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് അറിവ്. അപ്പോൾ ഇല്ല, 0 എന്ന് എഴുതുക. 4.3 enrollment by grade in current academic session by age in completed years. ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 5 വയസ്സിന് താഴെ 5, 6, 7 ഇങ്ങനെ ഏജ് കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. 1 to 12 എന്നുള്ള ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോ ഏജ് കാറ്റഗറിയിൽ എത്ര പിള്ളേരുണ്ട് എന്നുള്ളത് ഓരോ ക്ലാസ്സിലും തെറ്റിക്കാതെ എഴുതുക. ഈ 1-ാം ക്ലാസ്സിലെ ടോട്ടലും നമ്മൾ ഇതിന്റെ പ്രീവിയസ് പേജിലുള്ള ടോട്ടൽ കുട്ടികളുടെ എണ്ണം ശരിയല്ലേ എന്ന് എഴുതുന്ന സമയത്ത് ഒന്ന് ഒത്തു നോക്കിയാൽ നന്നായിരിക്കും. അപ്പൊ ഈ സെക്ഷനിൽ ഡൗട്ടുകളൊന്നും വരാൻ വഴിയില്ല.
അപ്പൊ ഞാൻ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാണ്. 4.4 എൻറോൾമെന്റ് ബൈ ഗ്രേഡ് ഇൻ കറന്റ് അക്കാഡമിക് സെഷൻ ബൈ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. നമുക്ക് 2 മീഡിയമേ ഉണ്ടാവുള്ളൂ, മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷന്റെ താഴെ 1, 2, 3, 4 എഴുതിയിട്ടുണ്ട്. കൺഫ്യൂഷൻ ആവണ്ട. 1ന്റെ അവിടെ മലയാളം മീഡിയം എഴുതുക, താഴെ ഇംഗ്ലീഷ് മീഡിയം എഴുതിയിട്ട് മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം പിള്ളേരുടെ എണ്ണം ഇവിടെ രേഖപ്പെടുത്തേണ്ടതാണ്. ഈ ഇംഗ്ലീഷ് മീഡിയം എഴുതുന്ന സമയത്ത് എല്ലാ സ്കൂളുകൾക്കും ഡൗട്ട് ഉണ്ടാവാറുണ്ട്, അംഗീകാരമില്ലാത്ത ഇംഗ്ലീഷ് മീഡിയം ചേർക്കണോ വേണ്ടയോ എന്നുള്ളത്. നിങ്ങൾ AEOക്ക് എങ്ങനെയാണോ ഡാറ്റ കൊടുക്കുന്നത് അതേ രൂപത്തിൽ തന്നെ യുഡൈസിലും ഫില്ല് ചെയ്യണം കേട്ടോ. അതിന്റെ തൊട്ട് താഴെ റിപ്പീറ്റേഴ്സ് ബൈ ഗ്രേഡ് ഇൻ കറന്റ് അക്കാദമിക് സെഷൻ ബൈ സോഷ്യൽ കാറ്റഗറി ആൻഡ് മൈനോറിറ്റി ഗ്രൂപ്പ്. റിപ്പീറ്റേഴ്സ് ഉണ്ടാവില്ല, ഉണ്ടാവാൻ സാധ്യത കുറവാണല്ലോ. അപ്പൊ ഉണ്ടെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ ബ്ലാങ്ക് ആക്കി വിടുക. B. Out of the total repeaters, provide the details of repeaters belonging to the following minority groups. അപ്പൊ നമ്മൾ ഇവിടെ റിപ്പീറ്റേഴ്സിനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതില് മുസ്ലിമിനെയും ക്രിസ്ത്യാനിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. റിപ്പീറ്റേഴ്സ് ഉണ്ടാവാൻ സാധ്യത ഇല്ലാത്തത് ഞാൻ അതും ബ്ലാങ്ക് ആക്കി ഇടാം. അടുത്ത സെഷനിലേക്ക് പോട്ടെ. 4.6 എൻറോൾമെന്റ് ബൈ ഗ്രേഡ് 4 ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. ഇവിടെ CWSM കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് BRCയിലെ റിസോഴ്സ് ടീച്ചേഴ്സ് പൂരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ സ്കൂൾ തലത്തിൽ പൂരിപ്പിക്കേണ്ട ആവശ്യം ഇല്ല. BRCയിലെ റിസോഴ്സ് ടീച്ചർമാര് അവര് സർവേ ചെയ്തിട്ട് കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഓരോ ക്ലാസ്സിലെ ബ്ലൈൻഡ് എത്രയാണ്, ലോ വിഷൻ എത്രയാന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് BRCയിൽ നിന്നും ഇത് അവര് പൂരിപ്പിച്ചോളൂ. അപ്പൊ നിങ്ങളത് ബ്ലാങ്ക് ആക്കി ഇട്ടാൽ മതി കേട്ടോ. നെക്സ്റ്റ് +1 +2 ഉള്ള അവര് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് പൂരിപ്പിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി പൂരിപ്പിക്കണം. നമ്മുടെ അവൈലബിലിറ്റി ഓഫ് അക്കാദമിക് സ്ട്രീം ഇൻ ദ സ്കൂൾ ഓൺലി ഫോർ ഹയർ സെക്കൻഡറി സ്കൂൾസ്. എസ് ഓർ നോ മേലെ ചോദിച്ചിട്ടുണ്ട്. ആർട്സ്, സയൻസ്, കൊമേഴ്സ്, വൊക്കേഷണൽ, അതർ സ്ട്രീംസ്. ഇത് എസ് ആണെങ്കിൽ, ആർട്സ് ആ സ്കൂളിൽ എസ് ആണെങ്കിൽ ഉണ്ടെങ്കിൽ എസ് എന്ന് എഴുതാം, നോ ആണെങ്കിൽ നോ എന്ന് എഴുതാം. സയൻസ് ഉണ്ടെങ്കിൽ എസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ നോ എന്ന് എഴുതാം. അങ്ങനെ ഓരോ വിഭാഗം എസ് ഓർ നോ എന്ന് എഴുതിയ ശേഷം എസ് എന്നുള്ള വിഭാഗത്തിലെ കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ്, എൻറോൾമെന്റ് ആണ് താഴെ നമുക്ക് തരേണ്ടത്. അപ്പൊ ആർട്സ് എസ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആർട്സ് വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികളിൽ ജനറൽ, SC, ST, OBC, ടോട്ടൽ ഇത് നമ്മൾ തിരിച്ച് എഴുതണം. ഇപ്പോഴത്തെ റിപ്പീറ്റേഴ്സ്, തൊട്ടടുത്ത് റിപ്പീറ്റേഴ്സ് ആണ്, അത് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവായത് കാരണം അത് നമുക്ക് ബ്ലാങ്ക് ആക്കി വിടാം. ഈ എൻറോൾമെന്റ് എന്നുള്ള ഭാഗം ആർട്സിന്റെയും സയൻസ്, കൊമേഴ്സ്, വൊക്കേഷണലിലെ NSQF കൂടി ആഡ് ചെയ്ത് വൊക്കേഷണലിൽ എഴുതാട്ടോ. പിന്നെ അതർ സ്ട്രീംസ് ഇവിടെ നമ്മൾ മേലെ നമ്മൾ ആർട്സ് എസ് ആണെങ്കിലും സയൻസ്, കൊമേഴ്സ്, വൊക്കേഷണൽ ഏതൊക്കെ കോഴ്സസ് നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കുന്നോ ആ വിഭാഗത്തിലുള്ള കുട്ടികളുടെ എണ്ണം ജനറൽ, SC, ST, OBC തിരിച്ച് എഴുതാം. ഈ കുട്ടികളുടെ എണ്ണത്തിന്റെ ടോട്ടലും നമ്മളൊരു സെഷനിൽ നമ്മൾ എൻറോൾമെന്റ് നമ്മൾ 1 തൊട്ട് 12 വരെ നമ്മൾ ജനറൽ, SC, ST കാറ്റഗറി ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ +1 +2ന്റെ ടോട്ടലും കറക്റ്റ് ആണോ എന്നുള്ളത് എഴുതുമ്പോൾ തന്നെ ഒന്ന് വെരിഫൈ ചെയ്താൽ നന്നായിരിക്കും. അടുത്ത സെഷനിലേക്ക് പോവാണ്. എൻറോൾമെന്റ് ആൻഡ് റിപ്പീറ്റേഴ്സ് ബൈ അക്കാദമിക് സെഷൻ ബൈ മൈനോറിറ്റി ഗ്രൂപ്പ്. നമ്മൾ തൊട്ട് മുന്നിൽ ജനറൽ, SC, ST, OBC പറഞ്ഞിട്ട് തരംതിരിച്ച് എഴുതി. അതിൽ OBCയിൽ മുസ്ലിമും ക്രിസ്ത്യൻ കുട്ടികൾ, OBC വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിംസിനെയും ക്രിസ്ത്യനെയും മാത്രം അതാത് കാറ്റഗറിയിൽ അതാത് സ്ട്രീമിൽ എഴുതും. ആർട്സിൽ നമ്മൾ അവിടെ OBC എഴുതിയതിൽ നിന്നും മുസ്ലിമിനെയും ക്രിസ്ത്യനെയും മാത്രം ഇവിടെ എടുത്ത് എഴുതുക. അതേപോലെ സയൻസ്, കൊമേഴ്സ്, വൊക്കേഷണൽ ആൻഡ് അതർ സ്ട്രീം ഇല്ലാത്തത് ബ്ലാങ്ക് ആക്കി വിടുക. റിപ്പീറ്റേഴ്സ് ഇല്ലാത്തത് കാരണം അവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല റിപ്പീറ്റേഴ്സ്, അത് കാരണം ബ്ലാങ്ക് ആക്കി വിടാം. അടുത്ത സെഷനിലേക്ക് പോട്ടെ. റിപ്പീറ്റേഴ്സ് 9th സ്റ്റാൻഡേർഡ് 9 കഴിഞ്ഞാൽ റിപ്പീറ്റേഴ്സ് വരാൻ ചാൻസ് ഉണ്ടോ? 1-2 പേര് വരാം, ഉണ്ടെങ്കിൽ അതവിടെ കാണിക്കണം. 9ാം ക്ലാസ്സില് ഉണ്ട് ട്ടാ ചില സ്കൂളില്. 9, 10, +1, +2 ചിലപ്പോ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ 1-2 പേരുണ്ടെങ്കിൽ അത് റിപ്പീറ്റേഴ്സ് എന്നുള്ള ഈ കോളത്തില് കാണിക്കുക.
+1 +2 ഉണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ. അടുത്തത് സെക്ഷൻ 5 ഇൻസെന്റീവ്സ് ആൻഡ് ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ടു ചിൽഡ്രൻ. ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ടു ചിൽഡ്രൻ നമ്മൾ ഫ്രീ 5.1 5.1 നിങ്ങൾ എഴുതേണ്ടത് ഫ്രീ ടെക്സ്റ്റ് ബുക്കും ഫ്രീ യൂണിഫോം കൊടുത്ത കണക്കുകൾ മാത്രം സ്കൂളുകാർ പൂരിപ്പിച്ചാൽ മതി. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, എസ്കോർട്ട് ഫെസിലിറ്റിയും PRCയിലെ റിസോഴ്സ് ടീച്ചേഴ്സ് അവരുടെ കയ്യിൽ കണക്കുണ്ടാവും, അതനുസരിച്ച് അവർ പൂരിപ്പിച്ച് തന്നോളും. അതിൽ ഫ്രീ ടെക്സ്റ്റ് ബുക്കും ഫ്രീ യൂണിഫോമും പ്രീവിയസ് അക്കാദമിക് ഇയർ പറയുമ്പോൾ നമ്മൾ ഇപ്പൊ പൂരിപ്പിക്കുന്ന ഡാറ്റ 20-21 പ്രീവിയസ് എന്ന് പറയുന്ന സമയത്ത് 19-20 ഡാറ്റ നമ്മൾ ഇതിൽ എഴുതുക. 19-20 ആദ്യം അതില് എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പ്രൈമറി എന്ന് പറയുന്നത് 1 to 4 ആണ്. ഇപ്പൊ ഇവിടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതനുസരിച്ച് 1 to 5 ആണ്. അപ്പോ 5ാം ക്ലാസ് തുടങ്ങി ഉള്ള സ്കൂളുകാർ ഇവിടെ 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം ഫ്രീ ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ കിട്ടിയ 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എഴുതുക. തൊട്ട് താഴെയുള്ളത് 6 മുതൽ 8 വരെയുള്ള കുട്ടികളുടെ എണ്ണം എഴുതുക. അതവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ ആ ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ടു CWSN പ്രീവിയസ് അക്കാദമിക് ഇയർ 19-20 ചോദിക്കുന്നത്. അത് സ്കൂളുകാർ പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല. BRCയിലെ റിസോഴ്സ് അധ്യാപകർ ഇത് കൊടുത്ത ഡീറ്റെയിൽസ് വെച്ചിട്ട് അത് പൂരിപ്പിച്ചോ. അത് നിങ്ങൾക്ക് ബ്ലാങ്ക് ആക്കി വിടാം. അടുത്ത സെക്ഷൻ Section 6 Annual Examination Result. Annual Examination Result in the previous year for Grade 5. ഓരോ DCFലും ചിലപ്പോൾ വേറെ ക്ലാസ്സുകളായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ഞാൻ ഇപ്പൊ VPMന്റെ DCF എടുത്തിരിക്കുന്നത്. അതിൽ Grade 5 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ റിസൾട്ട് ആണ് ഇതിൽ കാണിക്കേണ്ടത്. 19-20 എത്ര കുട്ടികൾ അപ്പിയർ ചെയ്ത്, എത്ര പേര് എക്സാം എഴുതി, എത്ര പേര് പാസ്സായി, എത്ര പേർക്ക് >60% മാർക്കിന് കൂടുതലും 60% മാർക്ക് ലഭിച്ച കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് ആനുവൽ എക്സാമിനേഷൻ റിസൾട്ട് ഇൻ ദ പ്രീവിയസ് ഇയർ ഫോർ Grade 8. 8ാം ക്ലാസ്സിലെ കുട്ടികളുടെ റിസൾട്ട് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 19-20 അക്കാദമിക വർഷത്തില് എത്ര പിള്ളേര് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പിയർ, പാസ്ഡ് ആൻഡ് ക്വാളിഫൈഡ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ്ഡ് വിത്ത് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60%. അത് ജനറൽ, SC, ST, OBC തിരിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അത് അതേപോലെ എഴുതേണ്ടതാണ്. സെക്ഷൻ 7 ബോർഡ് എക്സാമിനേഷൻ റിസൾട്ട്. റിസൾട്ട് ഓഫ് Grade 10 10ാം ക്ലാസ്സിലുള്ള റിസൾട്ട് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 19-20 അക്കാദമിക വർഷത്തെ 10ാം ക്ലാസ് എക്സാമിന്റെ റിസൾട്ട്, 10th എക്സാമിനേഷൻ റിസൾട്ട്. അത് എത്ര പേര് അപ്പിയർ ചെയ്തു എന്നുള്ളതാണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പിയർ 2 വിഭാഗം ഉണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പിയർ ഉണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ്ഡ് എന്നുണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പിയറിൽ ബോയ്സും ഗേൾസും തിരിച്ച് ജനറൽ, SC, ST, OBC തിരിച്ച് എഴുതുക. ഇതിൽ എത്ര പിള്ളേര് പാസ്സായി എന്നുള്ളത് ഇപ്പോഴത്തെ ജനറൽ, SC, ST, OBC തിരിച്ച് എഴുതുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, അപ്പിയറിനെക്കാളും കൂടുതൽ അവരത് സ്റ്റുഡൻസ് പാസ്ഡ് എന്നുള്ളത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് അത് ഫസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് റെഗുലർ സ്റ്റുഡൻസിനെയാണ്. ബി അതർ ദാൻ റെഗുലർ സ്റ്റുഡൻസ്. അങ്ങനെയുള്ള അതർ ദാൻ റെഗുലർ സ്റ്റുഡൻസ് ഉണ്ടാവില്ല എന്നാണ്. അതപ്പം നമുക്ക് ബ്ലാങ്ക് ആക്കി വിടാം. 7.2 നമ്പർ ഓഫ് റെഗുലർ സ്റ്റുഡൻസ് പാസ്ഡ് ഓർ ക്വാളിഫൈഡ് ദ സെക്കൻഡറി സ്കൂൾ ബോർഡ് Grade 10 എക്സാമിനേഷൻ ബൈ റേഞ്ച് ഓഫ് മാർക്സ്. മേലെ നമ്മൾ 7.1 നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചിട്ടില്ലേ, ആ കുട്ടികളുടെ എണ്ണമായിരിക്കണം ഇവിടെ വരേണ്ടത്. ഗ്രേറ്റർ ദാൻ 40%, 40 to 60%, 60 to 80, 60 and less than 80, greater than 80%. അപ്പൊ ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ്ഡ് എന്നുള്ള കുട്ടികളെ നമ്മൾ ഈ കാറ്റഗറിയിൽ തിരിച്ച് ജനറൽ, SC, ST, OBC എന്നുള്ള രീതിക്ക് എഴുതാം. 7.3 നമ്പർ ഓഫ് അതർ ദാൻ റെഗുലർ സ്റ്റുഡൻസ് പാസ്ഡ് ഓർ ക്വാളിഫൈഡ് ദ സെക്കൻഡറി സ്കൂൾ ബോർഡ് Grade 10 എക്സാമിനേഷൻ ആണ്. അത് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. റെഗുലർ സ്റ്റുഡൻസ് മാത്രമേ നമുക്ക് ഉണ്ടാവാറുള്ളൂ. 7.4 റിസൾട്ട് ഓഫ് ദ Grade 12 ബോർഡ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഇൻ ദ പ്രീവിയസ് അക്കാദമിക് ഇയർ.
+2 കുട്ടികളുടെ റിസൾട്ട് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 19-20 അക്കാദമിക വർഷത്തിലെ +2 കുട്ടികളുടെ റിസൾട്ട്. അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ആർട്സ് സ്ട്രീം പൈസ ചോദിച്ചിരിക്കുന്നത് ആർട്സ്, സയൻസ്, കൊമേഴ്സ്, വൊക്കേഷണൽ. അതില് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പിയർഡ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പിയർഡ് ജനറൽ, SC, ST, OBC തിരിച്ചെഴുതുക. ആ വിഭാഗം കൊമേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു 0 ഇടുക. ഉള്ള സ്ട്രീമുകളുടെ മാത്രം കുട്ടികളുടെ എണ്ണം അവിടെ എഴുതി ചേർത്താൽ മതി. ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ്ഡ് ഓർ ക്വാളിഫൈഡ് അത് നമുക്ക് താഴെ 7.5 result of grade 12 board or university examination in the previous academic year for other than regular students. Regular studentsനെ പുറമെ other than regular students നമുക്ക് ഉണ്ടാവാറില്ല. അത് കാരണം ആ ഭാഗം പൂരിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. 7.6 result of grade 12 board university examination in the previous academic year by range of marks. നമ്മൾ ഫസ്റ്റ് നമ്മൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പിയർഡും നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ്ഡും എഴുതിയിട്ടുണ്ടായിരുന്നു. ആ പാസ്ഡിൽ എഴുതിയ പിള്ളേരുടെ എണ്ണമാണ് ഇവിടെ പെർസെൻറ്റേജ് തിരിച്ച് നമ്മൾ എഴുതേണ്ടത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതിലെഴുതിയ അതേ എണ്ണമായിരിക്കണം ഇവിടെയും കിട്ടേണ്ടത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 40, 40 to 60, 60, 80, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80%. അങ്ങനെ ജനറൽ, SC, ST, OBC തിരിച്ച് എഴുതാൻ ശ്രദ്ധിക്കാം. തൊട്ടടുത്തുള്ളത് അതർ ദാൻ റെഗുലർ സ്റ്റുഡൻസ് ആണ്. അത് നമുക്ക് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അതാണ് ആ ഭാഗം പൂരിപ്പിക്കേണ്ടതില്ല. ഇനി അടുത്തതാണ് സെക്ഷൻ 8 റെസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ. നമ്മുടെ സ്കൂളുകൾക്ക് ഗ്രാൻഡുകൾ കിട്ടിയിട്ടുണ്ടാവും. ലൈബ്രറി ഗ്രാൻഡ്, സ്കൂൾ ഗ്രാൻഡ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഗ്രാൻഡ്സ് റിസീവ്ഡ് ബൈ ദ സ്കൂൾ ആൻഡ് expenditure made during the financial year 2019-20 government and government aided school. സ്കൂൾ ഗ്രാൻഡുകൾ കിട്ടിയിട്ടുണ്ടാവും. ലൈബ്രറി ഗ്രാൻഡ്, ഗ്രാൻഡ് ഫോർ സ്പോർട്സ് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഗ്രാൻഡ് ഫോർ മീഡിയ ആൻഡ് കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ. മീഡിയ ആൻഡ് കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ പ്രവേശനോത്സവമാണ് അവിടെ പറയുന്നത്. ഗ്രാൻഡ് ഫോർ ട്രെയിനിങ് ഓഫ് SMC, SMDC, ഗ്രാൻഡ് ഫോർ സപ്പോർട്ട് അറ്റ് പ്രീ സ്കൂൾ ലെവൽ ഓൺലി ഫോർ പ്രീ പ്രൈമറി സ്കൂൾ. പ്രീ പ്രൈമറി ഉള്ള സ്കൂളുകൾക്ക് മാത്രമേ ഇത് ബാധകമുള്ളൂ. കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് ഇത് ഇല്ല എന്നാണ് സാധ്യത, ഇല്ല കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ഗ്രാൻഡ് ഫോർ മേജർ റിപ്പയർ, അതിൽ സ്കൂളുകാർക്ക് കിട്ടിയ എമൗണ്ട് റിസിപ്റ്റ് സൈഡിലും എക്സ്പെൻഡിച്ചർ ആക്കിയ എമൗണ്ട് എക്സ്പെൻഡിച്ചർ സൈഡിലും എഴുതുക. 8.2 ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് റിസീവ്ഡ് ബൈ ദ സ്കൂൾ ബൈ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ചോദിച്ചിട്ടുണ്ട്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, കമ്മ്യൂണിറ്റി, അതേഴ്സ്. ഉണ്ടെങ്കിൽ എസ് എന്ന് എഴുതുക, അല്ലെങ്കിൽ നോ എന്ന് എഴുതുക. അങ്ങനെയാണെങ്കിൽ ഇഫ് എസ് നെയിമും ചോദിച്ചിട്ടുണ്ട്, എമൗണ്ടും ചോദിച്ചിട്ടുണ്ട്. ഏത് ഓർഗനൈസേഷന്റെ പേരാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്, ഓർഗനൈസേഷന്റെ പേരും ഇത് അവർ എത്ര രൂപ അനുവദിച്ച് തന്നു എന്നുള്ളതും എമൗണ്ടിന്റെ കോളത്തിൽ എഴുതുക. 8.3 whether a school is maintaining inventory register for the following: inventory stock register ICT items-നും സ്പോർട്സ് എക്യുപ്മെന്റ്സിനും ലൈബ്രറി പുസ്തകത്തിനും സ്റ്റോക്ക് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണ്ടോന്നാണ് ചോദിച്ചിരിക്കുന്നത്. എസ് ആണെങ്കിൽ എസ് എന്ന് എഴുതുക, നോ ആണെങ്കിൽ നോ എന്ന് എഴുതുക. Section 10 PGI and other indicators only for government and government aided schools. First 10.1 PGI indicators number of teachers with Aadhaar or whose unique ID is seeded in the electronic database. ആ ഡാറ്റയിൽ മാത്രമേ വ്യത്യാസം വരാൻ ചാൻസ് ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം സെയിം തന്നെ ആയിരിക്കും, മാറാൻ ചാൻസ് ഇല്ല. അത് അങ്ങനെ തന്നെ എല്ലാം. whether school has in place a system to capture student attendance electronically, അത് നമുക്ക് ഉണ്ടാവും, എസ് ആണ്. അതേപോലെ whether the school has in place a system to capture the teacher attendance electronically, അതും എസ് ആയിരിക്കും. has school evaluation be completed, അതും എസ് ആയിരിക്കും. has school made improvement plans on the basis of evaluation, is school registered under PFMS. PFMS സൈറ്റിൽ എല്ലാ സ്കൂളുകളും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതും എസ് ആണ്. ആ ഡാറ്റയിൽ മാറ്റം വരുന്നത്
ടീച്ചർമാരുടെ എണ്ണം മാത്രമായിരിക്കും മാറ്റം വരാൻ സാധ്യത. അത് മാത്രം നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ടാൽ മതി. അത് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. 10.2 other indicators. Whether the school has constituted youth club. യൂത്ത് ക്ലബ്ബ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് എന്ന് എഴുതാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതാം. അതേപോലെ എക്കോ ക്ലബ്. വെദർ ദ സ്കൂൾ ഹാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് എക്കോ ക്ലബ്. വെദർ ടീച്ചർ ഐഡന്റിറ്റി കാർഡ്സ് ആർ ഇഷ്യൂഡ് ടു ഓൾ ടീച്ചേഴ്സ് ഇൻ ദ സ്കൂൾ. ഐഡന്റിറ്റി കാർഡ് ടീച്ചേഴ്സിന് എല്ലാവർക്കും ഉണ്ടാവും ആയിരിക്കും. എസ് ആണെങ്കിൽ എസ് എന്ന് എഴുതാം, നോ ആണെങ്കിൽ നോ എന്ന് എഴുതാം. സെക്ഷൻ 11 സ്കൂൾ സേഫ്റ്റി. ഈ ഭാഗം സ്കൂൾ ഡിപ്പെൻഡന്റ് ആണ്. ഓരോ ഭാഗം ഞാൻ വായിക്കാം. ഉണ്ടെങ്കിൽ എസ് ആണെങ്കിൽ എസ് എന്ന് എഴുതാം, നോ ആണെങ്കിൽ നിങ്ങൾ നോ എന്ന് എഴുതിയാൽ മതി. Whether the school disaster management plan SDMP has been developed, whether structural safety audit has been conducted, whether non-structural safety audit has been conducted, whether CCTV cameras available in a school, whether fire extinguishers are installed, does the school have an nodal teacher for school safety, whether the students and teachers undergo regular training in school safety and disaster preparedness, whether disaster management is being taught as a part of curriculum, whether school has received grant for self-defense training for girls. അത് self-defense ട്രെയിനിങ്ങിന് ചിലർക്ക് ഗ്രാൻഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുക. ഇഫ് എസ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്രൊവൈഡഡ് ട്രെയിനിങ്, അവിടെ എസ് ആണ് കാണിക്കണമെങ്കിൽ എത്ര കുട്ടികൾക്ക് സെൽഫ് ഡിഫെൻസ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എന്നുള്ള എണ്ണം നമ്മൾ കാണിക്കണം കേട്ടോ. Whether the school has displayed safety guidelines on the display board, അത് എസ് ആയിരിക്കും. Whether all teachers have received grant for working as first level counselors for government school. അതായത് ഓരോ സ്കൂളിനും ഡിപ്പെൻഡന്റ് ആയിരിക്കും. അത് എസ് ആണെങ്കിൽ എസ് എഴുതുക, നോ ആണെങ്കിൽ നോ എന്ന് എഴുതുക. 11.11 whether all teachers have received grant for working as first level counselors. എസ് ആണെങ്കിൽ നമുക്ക് ഇഫ് എസ് ആണെങ്കിൽ നമുക്ക് അടുത്ത പേജ് നോക്കണം. നോ ആണെങ്കിൽ ഈ ഭാഗം പൂരിപ്പിക്കേണ്ടതില്ല. ഇഫ് എസ് whether the school has carried out the following activities: guidance and counseling, sensitization of parents, awareness generation for students and community, provision for taking feedback of students, suggestions or complaint box in the schools, providing copies of safety guidelines to the students. ആ പ്രീവിയസ് കോളം നമ്മൾ എസ് ആണ് കൊടുത്തിരുന്നെങ്കിൽ മാത്രം ഇത് നമ്മൾ എഴുതിയാൽ മതി. നോ ആണെങ്കിൽ ഈ ഭാഗം പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്തത് നമ്മുടെ ഡിക്ലറേഷൻ ഫോമാണ്. അത് ഈ ഫോം പൂരിപ്പിച്ച ശേഷം ഹെഡ് ടീച്ചർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽമാര് സൈൻ ചെയ്ത് തരേണ്ട ഒരു ഡിക്ലറേഷൻ ഫോമാണ്. ഇതെല്ലാവരും സൈൻ ചെയ്യണം. I hereby declare that information entered in this data capture format is true and correct to the best of the knowledge. I undertake to inform any changes therein immediately. അവിടെ സ്കൂൾ പ്രിൻസിപ്പൽ സൈൻ ചെയ്ത് സീൽ ചെയ്യാം. പിന്നെ അതിനുശേഷം വെരിഫിക്കേഷൻ ബൈ CRCC. PRCയിലെ CRC കോർഡിനേറ്റർ ആണ് അത് താഴെ സൈൻ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ ഭാഗത്തിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? താങ്ക് യു ജോസ്മിത ആൻഡ് വിജി ടീച്ചർ. പിന്നെ ഇതില് HMസിന് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇത് ക്ലിയർ ചെയ്ത് പോവാം. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ അതില്? ഹലോ, പക്ഷെ ക്ലിയർ ആവുന്നില്ല. അതുപോലെ ഇതില് എല്ലാ രണ്ട് സ്കൂളുകൾ നമ്മുടെ NSQ സ്കൂളുകളുണ്ട്. GVHS തളിക്കുളം, അതുപോലെ GVHS വലപ്പാട്. ഈ രണ്ട് സ്കൂളുകൾക്കും NSQF ഡാറ്റ ക്യാപ്ചർ ഫോർമാറ്റ് നമുക്ക് ഇന്നാണ് ജില്ലയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഇന്ന് തന്നെ ഈ NSQF സ്കൂളുകളായിട്ടുള്ള GVHS തളിക്കുളത്തിനും GVHS വലപ്പാടിനും അയച്ചു കൊടുത്തിട്ടുണ്ട്. അതൊരു 11 പേജോളം വരുന്നതാണ്. അത് VHSE സെക്ഷനാണ് അത് പൂരിപ്പിക്കേണ്ടത്. അതിൽ അവർക്ക് വരുന്ന സംശയങ്ങള് നമ്മള് ഇതിന് ശേഷം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോ ആ രണ്ട് സ്കൂളുകളെ മാത്രമായിട്ട് നമ്മളത്
NSQF ഡാറ്റ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയെന്ന് ആ 2 സ്കൂളുകൾക്ക് മാത്രമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ ബാക്കിയുള്ളവരുടെ സമയം പിന്നെ അതിനു വേണ്ടി നീക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് NSQF ഇതിൽ മെൻഷൻ ചെയ്യാതെ പോയിരിക്കുന്നത്. NSQFന്റെ കാര്യം നമുക്ക് ഇതിന് ശേഷം പറയാം. ഇപ്പോ ഇതിൽ പറഞ്ഞതിൽ സംശയങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കും. ഹലോ ടീച്ചറെ. ഹലോ. പറയാ ടീച്ചറെ. ഞാൻ വലപ്പാട് പ്രിൻസിപ്പളാണ്. ഹലോ. പറയാ ടീച്ചർ. നമുക്ക് ഈ കറണ്ട് അക്കാദമിക് കറണ്ട് അക്കാദമിക് ഇയർ സ്റ്റുഡൻസ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ 2020-21 അഡ്മിഷൻ അല്ലേ ചോദിക്കുന്നത്? അതെ, നമുക്ക് 2020 സെപ്റ്റംബർ 30 വരെയുള്ള കണക്ക്. ഏത് കറണ്ട് അക്കാദമിക്? അതാണ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മുടെ റെഫറൻസ് ഡേറ്റ് എന്ന് പറയുന്നത് 2020-21 നമ്മളിപ്പോ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ കഴിഞ്ഞ അക്കാദമിക് ഇയറിലെ ഡാറ്റയാണ് നമ്മളിപ്പോ UDASൽ കേട്ടുന്നത്. അപ്പൊ അതില് സെപ്റ്റംബർ 30 വരെ നമ്മുടെ സ്കൂളിൽ ഉണ്ടായിട്ടുള്ള എൻറോൾമെന്റും സെപ്റ്റംബർ 30 വരെ നമ്മുടെ സ്കൂളിൽ ഉണ്ടായിട്ടുള്ള ടീച്ചേഴ്സിന്റെ കൗണ്ടുമാണ് നമ്മൾ അതിൽ കാണിക്കേണ്ടത്. അതെ, ഞാൻ ചോദിക്കുന്നത് അപ്പൊ സെപ്റ്റംബർ 30 2020 വരെയുള്ളതല്ലേ? 2021 പുതിയ അഡ്മിഷൻ. അതെ, 2020. അതൊന്നും ചെയ്യണ്ട. നമ്മൾ 2020 സെപ്റ്റംബർ 30 ഈ കറണ്ട് അക്കാദമിക് ഇയറിന് ഇവിടെ കാണുന്നോർത്തും അല്ലേ? അതെ. കാരണം നമ്മുടെ DCF 2020-21 ഇപ്പൊ നമ്മുടെ അക്കാദമിക് ഇയർ എന്ന് പറയുന്നത് 21-22 അല്ലേ? അതെ, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഈ ജൂൺ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ 20-21 അതും സെപ്റ്റംബർ 30 വരെയുള്ളത്. ഓക്കെ. പിന്നെ ഒരു സംശയം എന്താ വെച്ചാല്, അധ്യാപകര് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ, ഈ സെപ്റ്റംബർ 30 വരെ രജിസ്റ്ററിലുള്ള അധ്യാപകരുടെ ഡീറ്റെയിൽസ് മാത്രം മതിയോ? മതി. സെപ്റ്റംബർ 30 വരെ. സെപ്റ്റംബർ 30 ശേഷം ട്രാൻസ്ഫർ ആയി പോയവരുടെ ഒന്നും വേണ്ട. സെപ്റ്റംബർ 30 വരെ അതാണ് നമ്മുടെ റെഫറൻസ് ഡേറ്റ്. ഈ ഇഷ്യൂ നമ്മൾ ചിലർ മാർച്ചിൽ റിട്ടയർ ചെയ്യുന്നു, ചിലർ മെയ്യിൽ റിട്ടയർ ചെയ്യുന്നു. ഈ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരു റെഫറൻസ് ഡേറ്റ് നമ്മൾ വെച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 30 അവിടെ എത്ര പേരുണ്ടോ അത്ര. അപ്പൊ ഇവിടുത്തെ ഞാൻ ജൂണിലാണ് വന്നത്. അപ്പൊ മാർച്ചിൽ മാഷ് 2020 റിട്ടയർ ചെയ്ത് അവിടെ മാത്രം എന്റെ മാത്രം മാറ്റി കൊടുത്താൽ മതി അല്ലേ? അതല്ലേ വ്യത്യാസം വരും? മതി. പിന്നെ എന്താ OBC വിഭാഗം എന്ന് പറഞ്ഞാൽ OECയും OBCയും കൂടിയതാണ്. OECയും OBCയിൽ പെടും. ജനറൽ SC ST OBCയിൽ തന്നെയാണ് മുസ്ലിമും OECയും എല്ലാം പെടുന്നത്. അതിന്റെ സ്പ്ലിറ്റപ്പ് ആണ് നമ്മള് താഴെ ചോദിച്ചിട്ടുള്ള മുസ്ലിമും ക്രിസ്ത്യനും. അതിൽ ചിലപ്പോഴെങ്കിലും അതേഴ്സിലെ ഈ OEC സ്റ്റുഡൻസിന്റെയും ഈ അതുപോലെ ഹിന്ദു വിഭാഗത്തിൽ പെടുന്ന മറ്റു OBC കുട്ടികളുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് വേണ്ടത് OBCയിൽ എല്ലാവരും ഉൾപ്പെടുത്തി തരിക. അതിൽ നിന്ന് മൈനോറിറ്റിയുടെ സ്പ്ലിറ്റപ്പ് വേറെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ ടീച്ചർ കോഡ്, ഓരോ ടീച്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോ ഫസ്റ്റ് ടീച്ചർ കോഡ്. അപ്പൊ ഈ ടീച്ചർ കോഡ് നമ്മുടെ പെൻ നമ്പർ ആണ്. പെൻ നമ്പർ. ഓക്കെ. അതിലിപ്പോ പ്രീ പ്രൈമറി സെക്ഷനിലെ ടീച്ചർമാരുടെ പ്രീ പ്രൈമറി കുട്ടികളുടെ ഡാറ്റ നമ്മൾ ഇപ്പോ VPM ആയാലും GHSS വാടാനപ്പള്ളി ആയാലും പ്രീ പ്രൈമറി സെക്ഷനിലെ ടീച്ചർമാരുടെ ഡീറ്റെയിൽസ് കുട്ടികളുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രീ പ്രൈമറി ടീച്ചറുടെ ഡാറ്റയും കൂടി കൊടുക്കണം. അവർക്ക് ടീച്ചർ കോഡ് ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് അത് 0 ഇട്ടിട്ട് തന്നാൽ മതി. ബാക്കി സ്പാർക്കിലുള്ള ടീച്ചർമാർക്ക് എല്ലാവർക്കും പെൻ നമ്പർ ഉണ്ടല്ലോ. അപ്പൊ പെൻ നമ്പർ ആണ് ടീച്ചർ കോഡായിട്ട് കാണും. ഓക്കെ. ഞാൻ ഇപ്പൊ തോന്നിയ സംശയങ്ങളാണ് ഞാൻ ചോദിച്ചത്. ടീച്ചർ നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം കേട്ടോ. ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട CRC കോർഡിനേറ്ററോ ട്രെയിനറോ ഞങ്ങളെ ആരെങ്കിലും വിളിക്കാം. ആയിക്കോട്ടെ. ഓക്കെ. താങ്ക്സ്. ഹലോ ടീച്ചറെ. ഇപ്പൊ സെപ്റ്റംബർ 30 പറയുമ്പോഴേ കഴിഞ്ഞ വർഷം +1 അഡ്മിഷൻ 30 പൂർത്തീകരിച്ചിട്ടില്ല. കാരണം ആ സമയത്ത് ട്രാൻസ്ഫറും ഒക്കെ നടക്കണേ ഉള്ളൂ. ഒക്ടോബറിൽ പകുതി വരെ വന്നിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാ? കഴിഞ്ഞ വർഷത്തെ അതുവരെ ഉള്ളത് മതി. സെപ്റ്റംബർ 30 വരെ ഉള്ള കണക്കാണ് നമുക്ക്. അതുകൊണ്ടാണ് ആ ഡേറ്റ് വെച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 30 വരെയുള്ള കുട്ടികളുടെ എണ്ണം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ?
സംശയങ്ങളൊന്നും ഇപ്പൊ ഇല്ല. ഇനി ഇത് പൂരിപ്പിക്കുന്ന സമയത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ CRC കോർഡിനേറ്റർമാരെ ആയാലും ട്രെയിനേഴ്സിനെ ആയാലും ഇല്ല അപ്പൊ ഞങ്ങളെ ആയാലും വിളിച്ചാല് നമ്മളിത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോ ആർക്കും ഇനി വേറെ സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇത് എന്നാണ് DRCയിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ടൈം ഷെഡ്യൂള് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ CRC കോർഡിനേറ്റർ ശ്രീജ ടീച്ചർ പറയും. ശ്രീജ ടീച്ചറെ. ഹലോ, ടീച്ചറെ. നമുക്ക് ഈ യുഡൈസ് അത് ഫില്ല് ചെയ്തിട്ട് BRCയിൽ എത്തിക്കേണ്ട ദിവസമാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. അതില് 14/6/2021 ഇത് 10 മണി തൊട്ടിട്ട് 12 മണി വരെ ഏങ്ങണ്ടിയൂർ പഞ്ചായത്താര് തരണം, ഹൈസ്കൂള് ഹയർ സെക്കൻഡറി. പിന്നെ അതുപോലെ തന്നെ 12 മണി തൊട്ടിട്ട് 2 മണി വരെയുള്ള ടൈമില് വാടാനപ്പള്ളി, 2 മണി തൊട്ടിട്ട് 4 മണി വരെയുള്ള ടൈമില് തളിക്കുളം. അത് ഇങ്ങനെ ടൈം തരാനായിട്ട് കാരണം നമുക്കിപ്പോ ഈ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തർക്കും ടൈം തന്നിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം, 14/6/2021 തിങ്കളാഴ്ച 10 മണി മുതൽ 12 മണി വരെയുള്ള സമയത്താണ് ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് ഹൈസ്കൂള് ഹയർ സെക്കൻഡറി തരേണ്ടത്. 12 മണി തൊട്ടിട്ട് 2 മണി വരെയുള്ള ടൈമിലാണ് വാടാനപ്പള്ളി, 2 മണി തൊട്ടിട്ട് 4 മണി വരെയുള്ള ടൈമിലാണ് തളിക്കുളം പഞ്ചായത്ത് തരേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇനി 15-ാം തീയതി 15/6/2021 ചൊവ്വാഴ്ച 10 മണി തൊട്ടിട്ട് 12 മണി വരെയുള്ള ടൈമിലാണ് നാട്ടിക പഞ്ചായത്തിലെ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി തരേണ്ടത്. 12 മണി തൊട്ടിട്ട് 2:30 വരെയുള്ള ടൈമിലാണ് പാലക്കാട് പഞ്ചായത്ത് തരേണ്ടത്. 15/6/2021 10 മണി തൊട്ടിട്ട് 12 മണി വരെയുള്ള ടൈമിലാണ് നാട്ടിക പഞ്ചായത്ത്. 12 മണി തൊട്ടിട്ട് 2:30 വരെയുള്ള ടൈമിലാണ് പാലക്കാട് പഞ്ചായത്ത് തിരിച്ചു തരേണ്ടത്. ഇനി ആർക്കും സംശയമില്ലല്ലോ? ടൈമില് സംശയമൊന്നുമില്ലല്ലോ? ഡേറ്റിലും? ഹലോ, ഈ കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്ന് വിചാരിക്കുന്നു. ഹലോ, മൈക്ക് ഓൺ ആണെന്ന് തോന്നുന്നു. സാരില്ല. അപ്പോ ഇത്രയും നേരം നമുക്ക് വേണ്ടി ക്ലാസ് എടുത്ത അവർക്ക് ക്ലാസ് എടുത്തു തന്ന നമ്മുടെ ട്രെയിനർക്കും അതുപോലെ നമ്മുടെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അതുപോലെ ഇത്രയും നേരം നമ്മുടെ ക്ലാസ് ശ്രമിച്ചിരുന്ന എല്ലാ HMസിനും പ്രിൻസിപ്പൽസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ ടീച്ചേഴ്സിനും നന്ദി പറയാണ്. അപ്പോ ഈ മീറ്റിങ്ങിന് ഔപചാരികമായിട്ട് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ CRC കോർഡിനേറ്റർ സ്വീറ്റ് ടീച്ചറെ വിളിക്കും. സ്വീറ്റ് ടീച്ചറെ. സ്വീറ്റ് ടീച്ചറെ കേൾക്കുന്നുണ്ടോ? ഞാനാണ് പറയുന്നത്. ഷീബ ടീച്ചറാണ്. ഓക്കെ. സ്വീറ്റ് ടീച്ചർക്ക് എന്തോ അസൗകര്യം ഉണ്ട് തോന്നുന്നു. ഓഫ്ലൈൻ ആണ് ആള്. ഷീബ ടീച്ചറെ, നമ്മുടെ തളിക്കുളം പഞ്ചായത്തിലെ CRC കോർഡിനേറ്റർ ഷീബ ടീച്ചറെ ക്ഷണിക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. 2 ദിവസമായി നടന്നു വരുന്ന യുഡൈസ് ഡൈനാമിക് ഡാറ്റ എൻറോൾമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രോഡീകരണ ക്ലാസ് LP സെക്ഷനിലും UP സെക്ഷനിലും നടന്നു കഴിഞ്ഞു. ഇന്ന് നടന്നിരുന്ന HSS സെക്ഷനിൽ ഈ ക്ലാസ്സിലേക്ക് നമ്മളെല്ലാവരെയും സ്വാഗതം പറഞ്ഞ ബഹുമാനപ്പെട്ട തളിക്കുളം BPC മോഹൻരാജ് മാസ്റ്റർ, വളരെ ഇഫക്റ്റീവായി ക്ലാസ് നയിച്ച പ്രിയപ്പെട്ട തളിക്കുളം BRC ട്രെയിനർ ബിജു ടീച്ചർ, അതുപോലെ തന്നെ ഇടയിൽ വിട്ടുപോയതും കൂട്ടിച്ചേർക്കലുമായിട്ട് വന്ന് സംസാരിച്ച നമ്മുടെ BRC ഓഫീസിലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ശരണ്യ, ടീച്ചേഴ്സ് ഡാറ്റ കഴിഞ്ഞതിന് ശേഷം എൻറോൾമെന്റ് ഡാറ്റ ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ക്ലാസ് എടുത്ത ജാസ്മിൻ, BRC ഓഫീസിലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, കൂടാതെ ടൈം ടേബിൾ ഷെഡ്യൂൾ അവതരിപ്പിച്ച ശ്രീജ ടീച്ചർ, 5 പഞ്ചായത്തുകളിൽ നിന്നായി ഈ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രധാന അധ്യാപകർ, അവരുടെ അസാന്നിധ്യത്തിൽ പോലും ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മറ്റു ടീച്ചേഴ്സ്, BRCയിലെ സഹപ്രവർത്തകരെ എല്ലാവർക്കും എൻ്റെ വ്യക്തിഗതമായ പേരിലും
BRCയുടെ പേരിലും ഞാൻ നന്ദി പറയുന്നു. എല്ലാവർക്കും ഈ ക്ലാസ് വളരെ ഇഫക്റ്റീവായി എന്ന് കരുതട്ടെ. അതുപോലെ തന്നെ നമുക്കറിയാം തൃശ്ശൂർ ജില്ലയിൽ തളിക്കുളം BRC ആണ് ഡാറ്റ ഏറ്റവും സമയബന്ധിതവും അതുപോലെ തന്നെ ഏറ്റവും നന്നായും നൽകുന്നതെന്ന് നമുക്കറിയാം. അപ്പൊ ഈ പ്രാവശ്യവും അതുപോലെ തന്നെ നൽകാനും നല്ല ഇഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനും പ്രിയപ്പെട്ട അധ്യാപകര് അത് നന്നായി ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി, നമസ്കാരം. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. ഇനി ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ത്രൂ ഫോൺ തീർക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ക്ലാസ് എടുത്തതിന്റെ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നോക്കി നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഡാറ്റ BRCയിൽ സബ്മിറ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് മീറ്റിംഗ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. Okay, thank you.